ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് തിരുവനന്തപുരത്താണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ പോർട്ടിലേക്ക് ക്രെയിനുമായി വന്ന, അതായത് ഷാങ്ഹായിലെ ചാൻസിംഗാനിലെ പോർട്ടിൽ നിന്നും ക്രെയിനുമായി വന്ന കപ്പലും അതുമാത്രമല്ല നമ്മുടെ പോർട്ടിലെ STS ക്രെയിനിൻ്റെ ബൂമും പൂർണ്ണമായിട്ടും റൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. കാരണം നമ്മുടെ പോർട്ടിലേക്ക് വലിയൊരു മദർഷിപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ കപ്പലിനെ പോർട്ടിനകത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മുടെ ടഗ് പോകുന്നത്. നമുക്ക് നോക്കാം, ഒന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് ടഗാണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ടഗിൻ്റെ സീരിയൽ നമ്പർ എനിക്ക് തോന്നുന്നു ഡോൾഫിൻ 27 ആണ്. നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ടഗിനെ. ഡോൾഫിൻ 27 എന്ന് പറയുന്ന ടഗാണ് നമ്മുടെ പോർട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നത്. അതായത് നമുക്ക് കപ്പൽ ചാലിൻ്റെ ഭാഗത്തേക്ക് വളരെ ഫാസ്റ്റായിട്ട് നീങ്ങുന്ന ഡോൾഫിൻ 27നെയും അതിലെ ക്രൂവിനെയും നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് അറിയേണ്ടത് ആ വലിയ കപ്പൽ ഏതെന്നാണ്. നമ്മുടെ പോർട്ടിന് പുറത്ത് അല്ലെങ്കിൽ കപ്പൽ ചാലിൻ്റെ പുറത്ത് വന്ന് നിൽക്കുന്ന കപ്പൽ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് വളരെ ദൂരെയായിട്ട് ആ ഒരു വലിയ മദർഷിപ്പിനെ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറുതായിട്ട് MSC എന്ന് പറയുന്ന ബാഡ്ജിങ് നമുക്ക് എത്ര ദൂരം നിന്നാലും കാണാൻ സാധിക്കും. അതെ, MSCയുടെ എമ്മ എന്ന് പറയുന്ന വലിയൊരു മദർഷിപ്പാണ് വിഴിഞ്ഞം പോർട്ടിലേക്ക് വരാൻ വേണ്ടി പോർട്ടിന് പുറത്ത് അല്ലെങ്കിൽ നിലവിൽ കപ്പൽ ചാലിന് പുറത്താണ് ഇപ്പോൾ കപ്പലുള്ളത്. നമ്മുടെ തൊട്ടടുത്ത് കൂടി തന്നെയാണ് കപ്പൽ കടന്നു പോകുന്നത്. അതിനാൽ കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ കപ്പലുള്ളത് വളരെ ദൂരെ തന്നെയാണ്. നമുക്ക് അടുത്ത വിഷ്വൽ നോക്കിക്കഴിഞ്ഞാൽ കപ്പൽ ഇപ്പോൾ നമ്മുടെ അടുത്തെത്തിയിരിക്കുന്നു. അതായത് നമ്മുടെ അടുത്തോട്ട് വന്നിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ കപ്പൽ ചാലിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. കാരണം കപ്പൽ തിരിഞ്ഞു വന്ന് കപ്പൽ ചാലിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. വലിയൊരു ഷിപ്പ് തന്നെയാണ് MSCയുടെ എമ്മ എന്ന് പറയുന്ന കപ്പൽ. 4/5/2011 ബിൽഡ് ചെയ്ത ഷിപ്പ്. 366 മീറ്ററാണ് ഷിപ്പിൻ്റെ നീളം എന്ന് പറയുന്നത്. 48.2 മീറ്ററാണ് ഷിപ്പിൻ്റെ ബീം. 29.9 മീറ്ററാണ് ഷിപ്പിൻ്റെ ഡെപ്ത്. 15.5 മാക്സിമം ഡ്രാഫ്റ്റ്. ഇപ്പോൾ ഷിപ്പ് വന്നുകൊണ്ടിരിക്കുന്നത് 13.1 മീറ്റർ ഡ്രാഫ്റ്റാണ്. അത് നമുക്ക് ബൾബസ് ബോ ഷൂട്ട് ചെയ്യുന്ന നേരത്ത് വ്യക്തമായിട്ട് എത്രയാണ് ഡ്രാഫ്റ്റിൽ നമുക്ക് അറിയാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ ഷിപ്പിന് 25.8 നോട്ടിക്കൽ മൈൽ സ്പീഡിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഷിപ്പിന് 13,092 TEU കണ്ടെയ്നർ കപ്പാസിറ്റിയും അതോടൊപ്പം 800 TEU റീഫർ കണ്ടെയ്നറും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഷിപ്പാണ് MSC എമ്മ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കപ്പലിനൊപ്പം ഒരു ടഗിനെയും നമുക്ക് കാണാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും വളരെ പരിചിതം തന്നെയാണ്. കപ്പൽ പുറംകടലിലെത്തിയ ഉടൻ തന്നെ നമ്മുടെ പോർട്ടിലെ പൈലറ്റ് പോകുന്ന ടഗാണത്. നിലവിൽ എനിക്ക് തോന്നുന്നു ഈ ടഗ് ഡോൾഫിൻ 27 എന്ന് പറയുന്ന ടഗാണ്. അത് ആദ്യം തന്നെ നമ്മുടെ പോർട്ടിൽ നിന്നും പോയിട്ടുണ്ടാവും. കാരണം നമുക്ക് കപ്പലിനെ കാണാൻ പറ്റുന്ന വിധത്തിലാവുന്നതിന് മുന്നേ തന്നെ പോർട്ടിലെ പൈലറ്റ് ഇവിടെ നിന്ന് പോയിട്ട് കപ്പലിൻ്റെ കൺട്രോൾ ഏറ്റെടുത്തതിന് ശേഷമാണ് കപ്പൽ ചാലിലേക്ക് പ്രവേശിച്ചത്. അതായത് നമ്മുടെ പോർട്ടിലേക്ക് വരുന്ന കപ്പൽ ചാലിലേക്ക് പ്രവേശിപ്പിച്ച് പോർട്ടിനകത്തെത്തിക്കുന്നത്. കപ്പൽ ചാലിൻ്റെ പകുതി അല്ലെങ്കിൽ പോർട്ടിൻ്റെ പുറത്തെത്തി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ പറയുന്ന ഡോൾഫിൻ 26, 27, 28, ഓഷ്യൻ പ്രസ്റ്റീജ് എന്നീ ടഗ് ബോട്ടുകൾ പോയിട്ട് നമ്മൾ ഈ കാണുന്ന വലിയ മദർഷിപ്പായാലും ചെറിയ മദർഷിപ്പായാലും കപ്പലിനനുസരിച്ച്, ഇപ്പോൾ വലിയ മദർഷിപ്പുകളാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ എക്സ്പീരിയൻസ് മീൻസ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്തു നമ്മൾ കണ്ടതുമായിട്ടുള്ള നമ്മുടെ കപ്പൽ കണ്ട എക്സ്പീരിയൻസ് വെച്ചിട്ട് 366 മീറ്റർ നീളമുള്ള കപ്പലിന് 4 ടഗ് ബോട്ടുകൾ വരും. ചില ഫീഡർ വെസൽ 200, 210 ആണെങ്കിൽ 2 ടഗ് ബോട്ടിൻ്റെ സാന്നിധ്യത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കാനായി സാധിക്കും. ഇത് വലിയൊരു മദർഷിപ്പാണെങ്കിൽ തീർച്ചയായിട്ടും 4 ടഗ് ബോട്ടിൻ്റെ കൺട്രോളിലും നമ്മുടെ ഈ പറയുന്ന പോർട്ടിലെ പൈലറ്റായ മിസ്റ്റർ തുഷാർ അദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണ് ഷിപ്പിനെ പോർട്ടിനകത്തോട്ട് പ്രവേശിപ്പിക്കുന്നത്. പല ഷിപ്പുകളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ ഷിപ്പിൻ്റെ നിലവിലെ ഡ്രാഫ്റ്റ് 13.1 മീറ്ററാണ്. ഷിപ്പിൻ്റെ മാക്സിമം ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് 15.50 ആണ്. അതിനാൽ നമുക്ക് നിലവിൽ ഈ ഷിപ്പിൻ്റെ ബൾബസ് ബോയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഫുള്ളായിട്ട് കടലിൽ മുങ്ങി പോകുന്നില്ല. ഏതാണ്ട് 13.1 മീറ്റർ മാത്രമാണ് കടലിൻ്റെ അടിയിലോട്ട് പോയിട്ടുള്ളത്. ബാക്കിയെല്ലാം നമുക്ക് കാണാൻ സാധിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്.
ഇപ്പോൾ കുറച്ചുകൂടി അടുത്ത് വന്നാൽ മാത്രമേ നമുക്ക് വലിയൊരു ഫോഗ് ഇല്ലെങ്കിലും ചെറിയൊരു ഫോഗിൻ്റെ ഇതുള്ളത് കൊണ്ടാണ് കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് കിട്ടാത്തത്. തീർച്ചയായിട്ടും നമ്മൾ അടുത്തോട്ട് തന്നെയാണ് ഷിപ്പ് വരുന്നത്. വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഈ കാണുന്ന ബ്രിഡ്ജും ഈ പോർഷനെല്ലാം വളരെ വ്യക്തമായിട്ട് സൂം ചെയ്യുക. അത് മാത്രമല്ല നമ്മൾ ഈ കപ്പലിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും കണ്ടെയ്നർ ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം നോക്കാം. കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടെയ്നർ രൂപത്തിൽ തന്നെ ഈ പറഞ്ഞ എക്സ്കവേറ്റർ അങ്ങനെ പല പല മെറ്റീരിയൽസും അതിന് വെറൈറ്റി, അതായത് നമ്മൾ 40 ഫീറ്റും 20 ഫീറ്റും കണ്ടെയ്നറായിട്ട് കാണുന്നതിന് പകരം കണ്ടെയ്നർ തന്നെ 4 5 ഐറ്റം ഉണ്ട്. എനിക്കൊരു 7 ഐറ്റം എന്തോ കണ്ടെയ്നർ തന്നെയുണ്ട്. അതിലേതെങ്കിലും ഒരു ഡിഫറൻ്റ് ആയിട്ടൊരു മെറ്റീരിയൽ അതിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അതൊന്ന് സൂം ചെയ്ത് നോക്കാം, ഏതാ ഒരു മെറ്റീരിയൽ നോക്കാം. ആ ഒരു ഹൈറ്റിലാണ് ഞാൻ നിലവിലുള്ളത്. കാരണം ഈ കപ്പൽ പോകുന്ന അതേ ഹൈറ്റിൽ തന്നെയാണ് നിലവിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന പല സ്ഥലത്തു നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്, ഒരേ സ്ഥലത്തേക്ക് ഷൂട്ട് ചെയ്യാൻ വരില്ല. പക്ഷേ നിലവിൽ എനിക്കൊന്ന് ഈ സ്ഥലത്തിരുന്നിട്ട് നിങ്ങളത് കമൻ്റായിട്ട് ഒന്ന് സെൻഡ് ചെയ്യണം. കാരണം ഈ സ്ഥലത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഈ കപ്പൽ തിരിഞ്ഞു വരുന്നതും ഇതാ നമ്മൾ ഈ കാണുന്ന പോർട്ടിലേക്ക് കപ്പൽ കയറുന്നു പറയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന 3ാമത്തെ ടഗ്ഗാണ് ഇപ്പോൾ പോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ആ ടഗ് നമുക്കൊന്ന് സൂം ചെയ്യാം, ഏത് ടഗ്ഗാന്ന് നോക്കാം. അത് ഡോൾഫിൻ 28 ആണ്. അപ്പോൾ 26, 27, 28 3 ടഗ് പോർട്ടിനെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഉണ്ടോ? ഇതാണ് തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് വിഴിഞ്ഞം പോർട്ടിൻ്റെ കുതിരകൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ടഗ്ഗുകൾ പോകുന്നത് കാണാൻ സാധിക്കും. വെള്ളക്കുതിരകൾ എന്ന് എടുത്തു പറയേണ്ടി വരും. അത്രത്തോളം പവർഫുള്ളാണ് നമ്മൾ ഈ കാണുന്ന ടഗ് ബോട്ടുകൾ. അതായത് 360 ഡിഗ്രി സെൽഷ്യസിൽ പൂർണ്ണമായിട്ടും ഇഞ്ചിൻ്റെ സഹായത്തോടെ തിരിയാൻ സാധിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്ന ടഗ്ഗുകൾ. വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ ഈ കപ്പലിൻ്റെ അടുത്തേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കപ്പലിപ്പോൾ നമുക്ക് നോക്കാം. കപ്പലിപ്പോൾ എവിടെ എത്തിയെന്ന് നമുക്ക് നോക്കാം. തൊട്ടടുത്ത് തന്നെയാണ് കപ്പലുള്ളത് എന്നാണ് എൻ്റെ വിശ്വാസം. കപ്പൽ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് MSC എമ്മ എന്ന് പറയുന്ന ബാഡ്ജിങ് തെളിഞ്ഞ് കണ്ടിരിക്കുന്നു. അതുമാത്രമല്ല കപ്പൽ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമുക്ക് വളരെ മനോഹരമായ ദൃശ്യം എന്ന് പറഞ്ഞാൽ ഈ ടഗ് നമ്മുടെ കപ്പലിനെ ക്രോസ് ചെയ്ത് പോകുന്ന ആ ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം. ഉണ്ടോ? അതൊരു വ്യത്യസ്തമായ, എനിക്ക് ഇങ്ങനെയുള്ള വ്യൂ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കേട്ടോ, എനിക്കല്ല, നമ്മൾ ഈ കപ്പലിൻ്റെ വ്യൂ കാണുന്നവർക്കും ഇഷ്ടമായിരിക്കും. ഉണ്ടോ? ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത് ഒരു നല്ലൊരു കാഴ്ച തന്നെയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MSC എമ്മ എന്ന് പറയുന്ന ബാഡ്ജിങ്ങും ഈ പറയുന്ന ബൾബസ് ബേയുടെ കുറച്ച് പോർഷനും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് MSC എമ്മ എന്ന് പറയുന്ന ബാഡ്ജിങ് നമുക്ക് കാണാൻ സാധിക്കും. 2011 ബിൽഡ് ചെയ്ത ഷിപ്പ് തന്നെയാണ് MSC എമ്മ. 366 മീറ്റർ നീളം ഷിപ്പിനുണ്ട്. പൂർണ്ണമായിട്ടും നമുക്ക് ഇപ്പോൾ ഷിപ്പിനെ ഇനി മുതൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ നിമിഷം മുതൽ വളരെ വ്യക്തമായിട്ട് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് നമുക്ക് കാണാൻ, അതായത് ക്രിസ്റ്റൽ ക്ലിയറായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മളൊന്ന് സൂം ചെയ്യുന്നത് ബൾബസ് ബോയാണ്. കാരണം ഷിപ്പിൻ്റെ കറണ്ട് ഡ്രാഫ്റ്റ് 13.1 മീറ്ററാണ്. നമുക്ക് ഡ്രാഫ്റ്റ് എത്രയാണെന്ന് ഏകദേശം അറിയാൻ സാധിക്കും. ബൾബസ് ബോ ഏകദേശം എനിക്കൊന്നു ഒരു 90% ഉള്ളിലാണ്. 10% നമുക്ക് മുന്നിലായിട്ട് കാണാൻ സാധിക്കും. ആ റെഡ് മാർക്ക് വരുന്നതും ബ്ലാക്ക് മാർക്കും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. റെഡ് പെയിൻറ്റും ബ്ലാക്ക് പെയിൻറ്റും. ഈ പറയുന്ന റെഡ് പെയിൻറ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും വെള്ളത്തിൽ മുങ്ങി നിൽക്കുകയാണെങ്കിൽ ഈ 15.5 മീറ്റർ ഡ്രാഫ്റ്റിലാണ് മുങ്ങി നിൽക്കുന്നത്. നിലവിൽ ഇപ്പോൾ 13.1 മീറ്റർ ആയത് കാരണം നിലവിൽ ഞാൻ ഈ പറയുന്നില്ലേ, നിലവിൽ 2.5 മീറ്ററിന് ഡിഫറൻസ് ഉണ്ട്. അതിനാൽ നമുക്ക് ആ റെഡ് പോർഷനും ബൾബസ് ബോയുടെ കുറച്ച് പോർഷനും കാണാൻ സാധിക്കും. അതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ്. ഈ ബൾബസ് ബോ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഷിപ്പിൻ്റെ ആങ്കർ, ഈ MSC എന്ന് പറയുന്ന ബാഡ്ജിങ്ങും ഈ 3 നിലവിൽ ഈ കുറി തൊട്ടുപോലെ, അതായത് നമ്മൾ പറയൂലേ 3 വരകൾ എന്ന് പറയുന്നത് പോലെ, ആ വരയുടെ 2 വശത്തായിട്ടാണ് ഈ പറയുന്ന ആങ്കർ ഉള്ളത്. ഇനി നമുക്ക് സ്ഥിരം നമ്മൾ പറയുന്ന പോലെ കപ്പലിൻ്റെ ഓരോ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്ന പോലെ തൊട്ട് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കപ്പലിലെ ഫോർമാസ്റ്റിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ പറയുന്ന ഫോർമാസ്റ്റിൽ നാവിഗേഷൻ കണക്ഷൻ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. എപ്പോഴും ചെറിയൊരു ലൈറ്റ് ഇൻഡിക്കേറ്റർ നമുക്ക് കാണാൻ സാധിക്കും. അതും ചെറുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. കപ്പലിലേക്ക് ഈ പറയുന്ന ഫോർമാസ്റ്റിലേക്ക് കയറുന്ന ലാഡർ ഉൾപ്പെടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ബ്രിഡ്ജിലിരുന്നാൽ ഏറ്റവും ഉയരത്തിൽ കാണാൻ പറ്റുന്ന കപ്പലിലെ ഏറ്റവും മുന്നിലെ പോർഷൻ തന്നെയാണ് ഈ പറയുന്ന ഫോർമാസ്റ്റ്. ഇനി നമുക്ക് പഴയതുപോലെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. എന്തെങ്കിലും കണ്ടെയ്നർ ഇതാ നമുക്ക് കാണാൻ സാധിക്കും. ലിക്വിഡ് പോലെ ഒരു കണ്ടെയ്നർ നമുക്ക് കാണാൻ സാധിക്കും.
അതാ ഒരു വൈറ്റ് കളറിൽ നമുക്ക് മൊത്തത്തിലൊന്ന് നമുക്ക് നോക്കാം ഏതൊക്കെ കണ്ടെയ്നർ വെറൈറ്റി ആയിട്ടുള്ളത്. അതായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്ത് നമുക്ക് എക്സ്കവേറ്റർ കിട്ടിയായിരുന്നു. അങ്ങനെ പല പല കണ്ടെയ്നർ രൂപത്തിലുള്ള അല്ലെങ്കിൽ കണ്ടെയ്നറിൻ്റെ അതേ 40 ഫീറ്റ് കണ്ടെയ്നറിൻ്റെ വലിപ്പത്തിൽ തന്നെ എക്സ്കവേറ്റർ പല സാധനങ്ങളും പാക്ക് ചെയ്ത് വരാറുണ്ട്. അത് നമുക്കൊരു വെറൈറ്റി കാഴ്ച തന്നെയാണ്. കാരണം നമുക്ക് 40 ഫീറ്റും 20 ഫീറ്റും കണ്ടെയ്നർ മാത്രമാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും വെറൈറ്റി ആയിട്ട് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേകത തന്നെയാണ്. നമ്മൾ ആ ഒരു കണ്ടെയ്നർ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് മൊത്തത്തിലൊന്ന് നോക്കുന്നത്. നമുക്ക് ഈ കപ്പൽ പോകുന്ന ഈ വശത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ടഗ് ബോട്ടുകൾ ഈ പറയുന്ന ഹെവി റോപ്പ് ടൈ ചെയ്തുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ടൈ ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മുടെ പോർട്ടിനകത്ത് പ്രവേശിച്ചിട്ടില്ല. പോർട്ടിനകത്ത് പ്രവേശിക്കുന്ന മുമ്പേ ഈ പറയുന്ന 3 ടഗ് ബോട്ടുകൾ ഡോൾഫിൻ 26, 27 ആൻഡ് 28 ഈ 3 ടഗ് ബോട്ടുകളും പൂർണ്ണമായിട്ടും ഈ പറയുന്ന ഹെവി റോപ്പ് ടൈ ചെയ്തതിന് ശേഷം തന്നെയാണ് കപ്പലിനെ പോർട്ടിനകത്തോട്ട് പ്രവേശിപ്പിക്കുന്നത്. അടുത്തായി നമ്മൾ കാണുന്നത് കപ്പലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷനാണ് ബ്രിഡ്ജ് പോർഷൻ എന്നാണ് പറയുന്നത്. ഈ ബ്രിഡ്ജ് പോർഷൻ്റെ 2 സൈഡിലായിട്ട് 2 വിങ്സ് പോലിരിക്കുന്ന ഈ പോർഷനാണ് ബ്രിഡ്ജ് വിങ്സ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലാസ് ഏരിയ പോർഷൻ കാണാൻ സാധിക്കും. ഈ ഗ്ലാസ് ഏരിയ പോർഷനെയാണ് വീൽ ഹൗസ് എന്ന് പറയുന്നത്. വീൽ ഹൗസിനകത്ത് ഇപ്പോൾ നിലവിൽ നമ്മുടെ പോർട്ടിലെ ക്യാപ്റ്റൻ, പോർട്ടിലെ പൈലറ്റ്, ഷിപ്പിലെ ക്യാപ്റ്റൻ, ക്രൂ മെമ്പേഴ്സ് എല്ലാവരും കാണും. അതിൻ്റെ മുകളിൽ കാണുന്ന ഈ ഒരു പോർഷനെ മങ്കി ഐലൻഡ് എന്ന് പറയുന്നു. മങ്കി ഐലൻഡുമായിട്ട് കണക്ട് ചെയ്യുന്നത് നാവിഗേഷൻ എക്യുപ്മെൻറ്റ്സ്, റഡാർ, സിഗ്നൽ മാസ്റ്റ്, ബ്രിഡ്ജ് വിങ് എന്നിവയെല്ലാം കണക്ഷൻസ്, അതായത് നമ്മുടെ ഈ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കണക്ഷൻ എക്യുപ്മെൻറ്റ്സും എല്ലാം വരുന്നത് നമ്മൾ ഈ കാണുന്ന ബ്രിഡ്ജ് പോർഷനിലാണ് വരുന്നത്. ഈ വിങ്സ് പോർഷൻ്റെ ഒരു പോർഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാരണം ഈ ഭാഗത്ത് നമുക്ക് ഈ കപ്പൽ ഈ പറയുന്ന ബെർത്തിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ക്യാപ്റ്റനോ എമർജൻസിക്ക് വന്ന് നോക്കാനും, അതുമാത്രമല്ല നമ്മൾ ഈ കാണുന്ന അവിടെ ഒരു ക്യാമറ ഉൾപ്പെടെ സിസ്റ്റംസ് ബ്രിഡ്ജ് പോർഷൻ്റെ വിങ്സ് പോർഷൻ്റെ അവിടെയുണ്ട്. ഇനി നമ്മളൊന്ന് സൂം ചെയ്ത് പോകുന്ന നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ ലൈഫ് ബോട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ കപ്പലിൻ്റെയും പേരും ആ ലൈഫ് ബോട്ട് ഉൾപ്പെടെ കാണാം. ഇവിടെയും MSC എമ്മ എന്ന് പറയുന്ന പേരുൾപ്പെടെയുള്ള വളരെ മനോഹരമായ ലൈഫ് ബോട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് ബ്രിഡ്ജിൻ്റെ സൈഡ് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഈ സൈഡ് പോർഷനിൽ നിലവിൽ ഈ പറയുന്ന സ്റ്റെയർ ഉണ്ട്. ഓരോ സ്റ്റെയറും കയറി നമുക്ക് മുകളിലോട്ട് പോകാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ബ്രിഡ്ജ് പോർഷൻ്റെ അകത്തൊക്കെ ലിഫ്റ്റ് ആണെങ്കിലും പുറത്തൊക്കെ നമുക്ക് സ്റ്റെയർ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഈ ബ്രിഡ്ജ് പോർഷൻ, അല്ലെങ്കിൽ അതെ, ഈ കപ്പലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രിഡ്ജ് പോർഷൻ എന്നാണ് നമുക്ക് കപ്പലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർഷൻ തന്നെയാണ് ബ്രിഡ്ജ് പോർഷൻ. ഇനി നമുക്ക് അതുപോലെ പ്രധാനപ്പെട്ട പോർഷൻ തന്നെയാണ് ഈ പറയുന്ന ഫണൽ എന്ന് പറയുന്നത്. അത് നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് വൈഡായിട്ട് ഷിപ്പിങ്ങിനെ പോകുന്ന ഒരു വ്യൂ വളരെ മനോഹരമായ വ്യൂ തന്നെയാണ്. MSC എമ്മ എന്ന് പറയുന്ന ബാഡ്ജിങ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വെറൈറ്റി ആയിട്ട് കണ്ടെയ്നറാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇതാ വെറൈറ്റി ആയിട്ടൊരു കണ്ടെയ്നർ നമ്മുടെ മുന്നിലുണ്ട്. എനിക്ക് തോന്നുന്നു ഇതൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഇതെനിക്ക് തോന്നുന്നു ഇത് ഒരു ലിക്വിഡാണ്. ലിക്വിഡ് ഗ്യാസ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഏതായാലും ലിക്വിഡ് പോർഷനാണ്, ഒരു ലിക്വിഡ് ടാങ്കറാണത്. ഈ ടാങ്കറിനെ 40 ഫീറ്റ് കണ്ടെയ്നർ രൂപത്തിൽ ആക്കി എടുത്തിരിക്കുകയാണ്. കേട്ടോ, ഇങ്ങനെ ആക്കിയെടുത്ത് ഇപ്പോൾ നമുക്ക് കണ്ടെയ്നർ ക്യാരി ചെയ്യുന്നത് പോലെ നമുക്ക് ക്യാരി ചെയ്യാൻ സാധിക്കും. ഈ പറയുന്ന ട്രെയിലർ ലോറിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. ആ ഒരു ലെവലിലാക്കി എടുത്തിരിക്കുന്നു. അതിനുശേഷം കപ്പൽ ലോഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇതുപോലുള്ള ധാരാളം ടാങ്കുകൾ ചിലപ്പോൾ ഈ നിരയിൽ തന്നെ കാണാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ പുറത്ത് കാണുന്ന 2 ടാങ്കാണ് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇതേ നിരയിൽ തന്നെ വേറെയും ടാങ്കുകൾ കാണാം. ഈ ഷിപ്പിൽ വന്ന ഒരു കണ്ടെയ്നറിൻ്റെ പ്രത്യേകതയാണത്. ബാക്കിയുള്ള കണ്ടെയ്നറെല്ലാം ഏതാണ്ട് സെയിം അസ്റ്റ് പോലെ തന്നെയാണ്. 40 ഫീറ്റും 20 ഫീറ്റ് ആയാലും എല്ലാം സെയിം ആണെങ്കിലും വെറൈറ്റി കണ്ടെയ്നർ നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് ഹൈലൈറ്റ് ചെയ്ത് പറയും. കാരണം നമ്മളത് കണ്ടിട്ടില്ലല്ലോ. അതുപോലെ തന്നെ ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന ഒരു വൈറ്റ് കളർ കണ്ടെയ്നർ നമുക്ക് കാണാൻ സാധിക്കും. അതെനിക്ക് തോന്നുന്നു റീഫർ കണ്ടെയ്നർ 800ഓളം റീഫർ കണ്ടെയ്നർ ഈ ഷിപ്പിന് ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിലും നമ്മളിപ്പോൾ കാണുന്ന ആ വൈറ്റ് കളറ് റീഫർ കണ്ടെയ്നർ ആണെന്ന് ഉറപ്പാണ്. പക്ഷേ ഒരു വ്യത്യസ്തമായ ഒരു വൈറ്റ് കളർ പോലെ നമുക്ക് തോന്നുന്നു. സി ക്യൂബ് എന്നൊക്കെ അതിൽ മാർജിങ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വളരെ ദൂരം നിന്നാണ് നമ്മൾ നോക്കുന്നത്, അങ്ങനെയെന്നാണ് തോന്നുന്നത്. അതിൻ്റെ മുകളിൽ വേറൊരു കണ്ടെയ്നർ വെച്ചിട്ടില്ല. അതാണ് ഏറ്റവും ടോപ്പിലുള്ളത്. ബാക്കിയുള്ള കണ്ടെയ്നറെല്ലാം തൊട്ടപ്പുറത്തായിട്ട് നിരയെ നിരത്തിയിട്ടുണ്ട്. അങ്ങനെ തൊട്ടിപ്പുറത്തും അതേപോലെ തന്നെ ഒരു വൈറ്റ് കണ്ടെയ്നർ. എനിക്ക് തോന്നുന്നു റീഫർ കണ്ടെയ്നറാണ്. പക്ഷേ അതിനകത്ത് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അത് വൈഡായിട്ട് ഷിപ്പ് പോകുന്നതോടൊപ്പം നമുക്കിനി അടുത്ത് കപ്പലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷൻ തന്നെയാണ് നമ്മൾ ഫണൽ ഏരിയ എന്ന് പറയുന്നത്. അത് എഞ്ചിൻ പോർഷനുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ. അതായത് എഞ്ചിൻ്റെ ഔട്ട്പുട്ട് എക്സോസ്റ്റ് പോകുന്നത് നമ്മുടെ ഈ ഫണലിലൂടെയാണ്. ഈ ഫണൽ പോർഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് MSC എന്നുള്ള ബാഡ്ജിങ്ങും ഈ പറയുന്ന പുക ഇതാ പോകുന്ന നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. എഞ്ചിൻ്റെ ഔട്ട്പുട്ട് എക്സോസ്റ്റിലൂടെ പോകുന്ന അത് നമുക്കിവിടെ കാണാൻ സാധിക്കും.
ഇതാ കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഈ പറയുന്ന ഫണലിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും ലാഡർ ഉൾപ്പെടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് ഫണലുമായിട്ട് ചേർത്തിട്ടല്ല ഈ കണ്ടെയ്നർ വെച്ചിട്ടുള്ളത്. അതും നമുക്ക് എത്രത്തോളം ഡിസ്റ്റൻസ് ഉണ്ടെന്നും നമുക്ക് ഇവിടെ നിന്നാൽ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. കണ്ടോ, ഇത്രത്തോളം ഗ്യാപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് 3-4 മീറ്റർ ആയിരിക്കും ചിലപ്പോൾ ഗ്യാപ്പ് വരുന്നത്. വളരെ ദൂരെ ഒന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് എത്ര മീറ്ററാണെന്ന് നമുക്കറിയില്ല. എന്നാലും 2 മുതൽ 4-5 മീറ്റർ വരെ ഡിസ്റ്റൻസ് കാണാൻ സാധിക്കും. ഷിപ്പുമായിട്ട് റിലേറ്റ് ചെയ്തവർ ഈ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും അതേ ഉദ്ദേശം എത്ര മീറ്റർ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ അറിയാത്തവർ കൂടി അറിയേണ്ട ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ നമുക്ക് 2 ടഗ് ബോട്ടുകളും ഈ പറയുന്ന ഹെവി റോപ്പ് ടൈ ചെയ്തിട്ടുണ്ട്. പോർട്ടിനകത്തോട്ട് കയറുന്നതിന് മുന്നെയാണ് ഈ ടൈ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഡോൾഫിൻ 28 ആണ്. ഇപ്പോൾ ഈ പറയുന്ന ടഗ്ഗിലെ റോപ്പ് തന്നെയാണ് നിലവിൽ ഷിപ്പിലേക്ക് ടൈ ചെയ്യുന്നത്. അതുമാത്രമല്ല മുന്നിലൊരു റൊട്ടേഷൻ പോർഷൻ കാണാൻ സാധിക്കും, റൊട്ടേറ്റ് ചെയ്യുന്ന പോർഷൻ കാണാൻ സാധിക്കും. കാരണം ഈ പറയുന്ന ഈ റോപ്പ് റിലീസ് ചെയ്യുന്നതും റോപ്പ് ടൈറ്റ് ചെയ്യുന്നതും എല്ലാം ടഗ്ഗാണ്, കപ്പലല്ല നിലവിൽ. അപ്പോൾ നിലവിൽ ഈ ടഗ്ഗിൻ്റെ കൺട്രോളിൽ തന്നെയാണ് റോപ്പ് ഉള്ളത്. അപ്പോൾ റോപ്പ് എല്ലാം കണക്ഷൻസും എല്ലാമുള്ള ടഗ് തന്നെയാണ്. ഞാൻ തുടക്കം പറഞ്ഞതുപോലെ 360 ഡിഗ്രിയിൽ കറങ്ങാൻ പറ്റുന്ന ടഗ് ബോട്ടുകൾക്ക് തീർച്ചയായിട്ടും ഈ കപ്പലിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ തന്നെയാണ് തിരിക്കുന്നത്. നമുക്കിപ്പോൾ 2 ദിവസമായിട്ട് നല്ല ഫോഗ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഫോഗൊന്നും വളരെ കുറവാണ്. പൂർണ്ണമായിട്ടും നമുക്ക് വളരെ വ്യക്തമായിട്ടും കപ്പൽ ഈ ഭാഗത്തുനിന്ന് കുറച്ചുകൂടി അങ്ങോട്ട് പോയിട്ടായിരിക്കും തിരിയുന്നത് കാണാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ വൈഡ് വ്യൂ ആയിട്ട് നമുക്കൊരു കപ്പൽ നമ്മുടെ പോർട്ടിനകത്ത് ഇപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ ബ്രേക്ക് വാട്ടർ കഴിഞ്ഞ് കപ്പൽ അകത്തെത്തിയിരിക്കുന്നു. ഇപ്പോൾ അതായത് പോർട്ടിനകത്ത് കപ്പൽ എത്തിയിരിക്കുന്നു. അപ്പോൾ തന്നെ ഈ പറയുന്ന 3 ടഗ് ബോട്ടുകളും ഹെവി റോപ്പ് ടൈ ചെയ്ത് ഫുൾ കൺട്രോൾ നമ്മുടെ ഈ പറയുന്ന പോർട്ടിലെ പൈലറ്റായ തുഷാർ അദ്ദേഹത്തിൻ്റെ കൺട്രോളിലും ബാക്കിയുള്ളത് ടഗ് ബോട്ടിൻ്റെ കൺട്രോളിലുമാണ് കപ്പൽ അകത്തോട്ട് പ്രവേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ബൾബസ്പോ കാണാൻ സാധിക്കും. ബൾബസ്പോ ഇപ്പോൾ നമ്മുടെ ഈ കടൽ ജലത്തെ കീറി മുറിച്ചല്ല പോകുന്നത്. കാരണം നിലവിൽ അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ ബ്രേക്ക് വാട്ടറിൻ്റെ പ്രൊട്ടക്ഷൻ ഉള്ളത് കാരണം ഇപ്പോൾ ഇവിടെ തിരമാലകളൊന്നുമില്ല. കാരണം നമ്മൾ പുറത്തുനിന്ന് തൊട്ട് മുന്നേ വന്ന് ബൾബസ്പോ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് പോയെങ്കിൽ ഇവിടെ തിരമാലകളല്ല, വെള്ളം നല്ല ശാന്തമായിട്ട് കിടക്കുന്നു. വളരെ സാവധാനം കപ്പൽ പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ വ്യൂ ഒന്ന് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അതുമാത്രമല്ല നിലവിൽ നമ്മുടെ ഈ കാണുന്ന വെറൈറ്റി ആയിട്ടുള്ള കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ അത് ലിക്വിഡ് പോർഷൻ, ലിക്വിഡാണെന്ന് തോന്നുന്നു, അതിൽ നമുക്ക് കാണാൻ സാധിക്കും. പോർട്ടിനകത്തോട്ട് വളരെ സാവധാനം കപ്പൽ നീങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുമാത്രമല്ല നമുക്കൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോർമാസ്റ്റിൻ്റെ മുന്നിലെ പോർഷനാണെങ്കിൽ കുറച്ചും പിന്നിലേക്ക് നിൽക്കുന്നത്, അതായത് നമ്മൾ ഈ പറഞ്ഞ ബ്രിഡ്ജ് നോക്കുമ്പോൾ ഫോർമാസ്റ്റിനെ കാണാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ ഇവിടെ ഹൈമാസ്റ്റ് ലൈറ്റ്, എനിക്ക് തോന്നുന്നു 4ഓളം ഹൈമാസ്റ്റ് ലൈറ്റ് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു രാത്രിയിൽ നമ്മൾ ഈ പോർഷനിലേക്ക് എമർജൻസി ലൈറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് നിലവിൽ ഈ ഫോർമാസ്റ്റിൽ ഇങ്ങനെ ഈ പറയുന്ന ലൈറ്റ് ഘടിപ്പിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത്. അങ്ങനത്തെ പർപ്പസ് അത് തന്നെയായിരിക്കും നിലവിൽ. കാരണം ധാരാളം കണ്ടെയ്നർ ഉണ്ട്. അതുമാത്രമല്ല ഈ കണ്ടെയ്നർ ഹൈറ്റിനെക്കാട്ടിയും വലിയൊരു ഹൈറ്റ് തന്നെയാണ് ഈ ഫോർമാസ്റ്റിൻ്റെ ഹൈറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കണ്ടാൽ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അതുമാത്രമല്ല ബ്രിഡ്ജിലെ ഒരാൾക്ക് അല്ലെ ക്യാപ്റ്റനുള്ള ആൾക്ക് ഫോർമാസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ എത്രത്തോളം ബ്രിഡ്ജിൻ്റെ ലെന്ത് ഉണ്ടെന്നും നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായി സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ബ്രിഡ്ജിൻ്റെ ബാക്കിലെ പോർഷൻ, അതായത് നമ്മൾ തൊട്ട് മുന്നേ വീൽ ഹൗസ് ആണെങ്കിൽ വീൽ ഹൗസ് റൊട്ടേറ്റ് ചെയ്ത് ബാക്കിലോട്ടും വന്നിട്ടുണ്ട്. കുറച്ച് മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിലോട്ടാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റഡാറും നാവിഗേഷൻ എക്യുപ്മെൻസും സിഗ്നൽ മാസ്റ്റും ഈ പറഞ്ഞ മങ്കി ഐലൻഡും ഇതെല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഈ നാവിഗേഷൻ എക്യുപ്മെൻസ് ഒക്കെ റൊട്ടേറ്റ് ചെയ്യുന്നത് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും നമുക്ക്. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് അധികം ഫോഗൊന്നും ഇല്ലാത്ത കാരണം നമുക്കത് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാവും. ഈ കണക്ഷൻസ് എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതായത് നമ്മുടെ ഈ പറയുന്ന ബ്രിഡ്ജുമായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും വരുന്നത് ബ്രിഡ്ജല്ല, കപ്പലുമായിട്ട് കണക്ട് ചെയ്യുന്ന എല്ലാ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും വരുന്നത് ബ്രിഡ്ജിലെ ഈ പറയുന്ന മങ്കി ഐലൻഡിൻ്റെ മേളിലുള്ള ഈ നാവിഗേഷൻ സിസ്റ്റം വഴിയാണ്. ബ്രിഡ്ജിനകത്തുള്ള എക്യുപ്മെൻറ്റ്സ്, അതായത് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നിലവിൽ ഇതിപ്പോൾ സിഗ്നൽ പിടിച്ചെടുത്ത് നിലവിൽ ആ ഒരു മോണിറ്ററിലേക്ക് കൊടുക്കുന്ന മോണിറ്റർ സിസ്റ്റം മൊത്തമുള്ളത് ബ്രിഡ്ജ് വിങ്ങിനകത്താണ്. നമുക്ക് ഈ പറയുന്ന പോലെ പല ഈ പറയുന്ന ഡെക്കുകളും ഒഴിഞ്ഞു കിടക്കുന്നത് കാണാൻ സാധിക്കും. കേട്ടോ, കുറച്ചെല്ലാം ഫില്ല് ചെയ്യാനുണ്ട്. അതുമാത്രമല്ല നമുക്കൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കണ്ടെയ്നറെല്ലാം കറക്റ്റ് ലോക്ക് ചെയ്താണ് വെച്ചിട്ടുണ്ടാവും. ഹെവി റോക്ക് ഉപയോഗിച്ച് മൊത്തം പക്ക ലോക്കാണ് നിലവിൽ. അതായത് നല്ലൊരു തിരമാല വന്നാലും കപ്പൽ ഇങ്ങനെ ആടി ഒലഞ്ഞു പോയാലും കണ്ടെയ്നർ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഫുള്ളായിട്ട് കറക്റ്റ് ടൈറ്റ് ചെയ്ത്, നമ്മൾ പറയുമ്പോൾ ഒരു ഈച്ചയ്ക്ക് പോലും ഒരു കണ്ടെയ്നർ ഇടയ്ക്ക് സ്ഥലം കൊടുക്കാത്ത രീതിയിൽ കറക്റ്റ് ടൈറ്റ് ചെയ്തിട്ടാണ്
നിലവിൽ ഓരോ കണ്ടെയ്നറും ഇങ്ങനെ എടുത്തിട്ട് പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ പോർഷനൊക്കെ ആണെങ്കിൽ ഇവിടെ കണ്ടെയ്നർ വയ്ക്കാത്തതിന് കാരണം ഇത് ഈ കാണുന്ന ഫണലിൻ്റെ പോർഷനാണ് ഇത് വരുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എഞ്ചിൻ നിന്നുള്ള ഔട്ട്പുട്ടാണ് ഫണലിലേക്ക് പോകുന്നത്. ഔട്ട്പുട്ട് എക്സോസ്റ്റ് ആണ് പോകുന്നത്. ആ എക്സോസ്റ്റിൻ്റെ പോർഷൻ ആയതുകൊണ്ടാണ് നിലവിൽ അവിടെ കണ്ട ഫണലിപ്പുറത്ത് കാണാൻ സാധിക്കും അവിടെ കണ്ടെയ്നറൊന്നും ഇല്ലാത്തത്. അപ്പം ഇങ്ങനെയാണ് നിലവിൽ നമ്മുടെ MSC Yama വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിലേക്ക് കയറുന്ന കാഴ്ച. ഇപ്പോൾ MSC Yama എന്ന് പറയുന്ന ബാഡ്ജിങ് വളരെ വ്യക്തമായിട്ട് കാണുന്നതോടൊപ്പം നമുക്ക് IMO നമ്പർ ഉൾപ്പെടെ വായിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിൽ തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഫോഗൊന്നും അധികമില്ല. ഇപ്പോൾ കപ്പലിൻ്റെ ഏറ്റവും ബാക്ക് പോർഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. ഡ്രാഫ്റ്റും ഷിപ്പിന് 13.1 മീറ്ററാണ് ഷിപ്പിൻ്റെ ഡ്രാഫ്റ്റ്. നിലവിൽ ഇപ്പോൾ ഉള്ള ഡ്രാഫ്റ്റ്. വളരെ സാവധാനം പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് കപ്പൽ പൂർണ്ണമായിട്ടും ഈ ഭാഗത്തു നിന്ന് തിരിയുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. കാരണം ഇന്ന് വളരെ ക്ലിയറായിട്ട് കപ്പൽ തിരിയുന്നത് കാണാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെ സാവധാനമാണ് 366 മീറ്റർ നീളമുള്ള MSC Yama പോർട്ടിനകത്തോട്ട് കയറുന്നത്. ഇപ്പോൾ നമുക്ക് നിലവിൽ ഇതാ നമ്മുടെ മുന്നിൽ കാണാൻ സാധിക്കുന്നത് 2 ടഗ് ബോട്ട്. ഇതാ ബാക്കിൽ ഒരു ടഗ് ബോട്ടുണ്ട്, മുന്നിൽ ഇപ്പോൾ 2 ടഗ് ബോട്ടുകൾ ഹെവി റോപ്പ് ടൈ ചെയ്തതിന് ശേഷം ഇതൊക്കെ കയറുന്നു. ഇപ്പോൾ ഒരു വൈഡ് വ്യൂ എപ്പോഴും എടുക്കുന്നത് വെച്ചാൽ അതൊരു മനോഹരം വ്യൂ തന്നെയാണ്. വൈഡായിട്ട് നമുക്ക് കപ്പലെ ഒന്ന് കാണുമ്പോൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് തോന്നും. ഉണ്ടോ ഇതാ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ, അതായത് ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ അല്ല, നിലവിൽ ബ്രേക്ക് വാട്ടറിൻ്റെ വശത്തേക്കെന്ന് വേണമെങ്കിൽ പറയാം. ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ എന്ന് പറയുമ്പോൾ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷൻ കഴിഞ്ഞാണല്ലോ കപ്പൽ ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ബെർത്തിൻ്റെയും ബ്രേക്ക് വാട്ടറിൻ്റെ ഇടയ്ക്കുള്ള, ഞാൻ ഈ എപ്പോഴും പറയുന്ന പോലെ ഒരു 950 മീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ വീതിയുള്ളൊരു പോർഷനുണ്ട്. ആ 1 കിലോമീറ്റർ വീതിയുള്ള അതേ പോർഷൻ്റെ അടുത്തേക്ക് കപ്പലിനെ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഫണലിൻ്റെ ഈ പോർഷൻ കാണാൻ സാധിക്കും. നേരത്തെ കാണാൻ സാധിച്ചില്ല കണ്ടോ. ഫണലിൽ നിന്ന് ഔട്ട്പുട്ട് പോകുന്നത് അല്ലെങ്കിൽ എക്സോസ്റ്റിൽ നിന്ന് പുക പോകുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പോർഷൻ കൂടി സൂം ചെയ്തത്. നേരത്തെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല, സൈഡ് പോർഷനാണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. ഈ പോർഷൻ കൂടി നമുക്ക് ഒന്ന് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല എക്സോസ്റ്റിൻ്റെ ഈ ഭാഗത്തെല്ലാം ഷട്ടേഡ് പോർഷനും നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് കപ്പലിൻ്റെ മെയിൻ പോർഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ കപ്പൽ പൂർണ്ണമായിട്ടും ഈ ഭാഗത്തുനിന്ന് തിരിഞ്ഞു വരുന്നൊരു വ്യൂ ആണ് നമ്മൾ ഇനി അടുത്ത് നോക്കേണ്ടത്. കപ്പൽ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ ഈ ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് പോർഷനല്ല ബ്രേക്ക് വാട്ടറിൻ്റെ സൈഡിലേക്ക് കപ്പൽ പോയിരിക്കുന്നു. ഇനി നമുക്ക് കപ്പൽ ഇവിടെ തിരിയുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ പൂർണ്ണമായിട്ടും ഇതാ നമുക്ക് 2 ടഗ് ബോട്ട് കാണാൻ സാധിക്കും. റോപ്പ് റിലീസ് ചെയ്ത് പോകുന്നുണ്ട്. ഏറ്റവും മുന്നിലെ ടഗാണെങ്കിൽ നിലവിൽ കപ്പലിനെ തീർച്ചയായിട്ടും പുഷ് ചെയ്ത് ആ ഭാഗത്തേക്ക് നീക്കുവാണെങ്കിൽ ഈ ടഗ് ബോട്ട് റോപ്പ് റിലീസ് ചെയ്ത് അങ്ങനെ നിൽക്കുവാണ്. എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോയിട്ട് തീർച്ചയായിട്ടും കപ്പലിനെ ഒന്ന് പുഷ് ചെയ്ത് ബ്രേക്ക് വാട്ടറിൻ്റെ വശത്തേക്ക് കൊണ്ടുപോവുക തന്നെയായിരിക്കും ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഓരോ കപ്പലും വിഴിഞ്ഞം പോർട്ടിൽ വന്ന് തിരിഞ്ഞു പോകുന്നത്. എന്നാൽ ഓരോ കപ്പൽ വരുമ്പോഴത്തേക്കും ഒരു വെറൈറ്റി തന്നെയാണ്. നിലവിൽ ഇതാ ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്ന ടഗ് ആണെങ്കിൽ കുറച്ച് ബാക്കിലേക്ക് വരുന്നുണ്ട്. അത് മാത്രമല്ല ബാക്കിലേക്ക് വരുന്നതോടൊപ്പം തന്നെ ഈ റോപ്പ് ടൈറ്റ് ചെയ്തിട്ടുണ്ടോ, ഈ റോപ്പ് ടൈറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ടഗ് ബാക്കിലിട്ട് വരുമ്പോൾ അതോടൊപ്പം തന്നെ കപ്പലിൻ്റെ മുന്നിലെ പോർഷനും ചേർന്ന് തിരിഞ്ഞു വരും. ഇങ്ങനെയാണ് തിരിഞ്ഞു വരുന്നത് കേട്ടോ. ഇതാ ഇതേപോലെ കാരണം റോപ്പ് നല്ല ടൈറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വലിക്കുകയാണ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും. ഇനി അതുപോലെ തന്നെ ബാക്കിലും ടഗ്ഗുണ്ട്. നമുക്ക് ആ ടഗ് എന്ത് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് 2 ടഗ് ബോട്ടിനെ കാണാൻ സാധിക്കുമെങ്കിലും ഇനിയും അടുത്ത 2 ടഗ് ബോട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ 3ാമത്തെ ടഗ് ചെയ്യുന്നത് ആ വശത്താണ് റോപ്പ് കെട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു തിരിഞ്ഞ് അങ്ങോട്ട് കപ്പൽ ഈ പറയുന്ന ടഗ് പോകും എങ്കിൽ മാത്രമേ കപ്പൽ ഇങ്ങനെ തിരിഞ്ഞു വരികയുള്ളൂ. ഉണ്ടോ നിലവിൽ ഈ നിൽക്കുന്ന 3ാമത്തെ ടഗ് തിരിഞ്ഞു പോകുന്ന കാണാൻ സാധിക്കും. അപ്പോൾ മുന്നിലും പിന്നിലും ഒരു കൺട്രോളായി, സെൻറ്ററിലും കൺട്രോളായി. ഇങ്ങനെയാണ് നിലവിൽ കപ്പലിനെ പൂർണ്ണമായിട്ടും തിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ തന്നെ ഇപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഒരു കപ്പലിനൊരു മദർ വെസലിനെ പൂർണ്ണമായിട്ടും തിരിക്കുന്ന ഒരു കാഴ്ച. അതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ്. നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എവിടെ ചെന്ന് കാണുമെന്ന് ചോദിച്ചാൽ കൊച്ചിയിൽ വരാറുണ്ട് കപ്പൽ, എങ്കിൽ ഇത്രയും വലിയൊരു മദർഷിപ്പ് കൊച്ചിയിൽ അധികം വരാറില്ല. ചെറിയ ഫീഡർ വെസലുകളാണ് ധാരാളമായി നമ്മുടെ കൊച്ചി പോർട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കൺമുന്നിൽ ഇന്ത്യയുടെ ഒരേ ഒരു ട്രാൻസ്ഷിപ്മെൻ്റായ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ടിലേക്ക് കപ്പൽ നിന്ന് തിരിയുന്ന കാഴ്ച ധാരാളം നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നു. ഏതാണ്ട് 65ാമത്തെ 66ാമത്തെ ഷിപ്പാണ്. കറക്റ്റ് ഒന്ന് നോട്ട് ചെയ്യണം. 65-ന് വെളിയിലായിട്ടുണ്ട് ഷിപ്പ്.
നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ വന്ന് തിരിയുന്ന കാഴ്ച. ധാരാളം ഷിപ്പുകൾ, അതായത് മദർഷിപ്പ് തന്നെ ഏതാണ്ട് 20ഓളം അല്ലെങ്കിൽ 30ഓളം ഷിപ്പുകൾ വന്നിട്ടുണ്ടാവാം. കറക്റ്റ് എടുത്തിട്ടില്ല, കറക്റ്റ് നമുക്ക് നോക്കാം. എൻ്റെ ലിസ്റ്റുണ്ട്. ഇപ്പോൾ നമ്മൾ ലൈവ് റെക്കോർഡിംഗ് ആയിട്ടത് മറന്നുപോയി നിലവിൽ എത്ര എണ്ണമാണെന്നുള്ളത്. ഓർമ്മയുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റായിട്ട് ഇടുക. ഇപ്പം 3 ടഗ് ബോട്ടിന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി 3 ടഗ് ബോട്ടുകളെയും കപ്പലിനെ പൂർണ്ണമായിട്ടും തിരിച്ചു കൊണ്ടിരുന്ന കാഴ്ച ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സൂം ചെയ്യാതെ ഇങ്ങനെ നോക്കുന്നത്. കപ്പൽ നിന്ന് ഇവിടെ നിന്ന് തന്നെ തിരിഞ്ഞ് വരുമ്പോൾ അതൊരു മനോഹരമായ ദൃശ്യമായിരിക്കും. കപ്പൽ തിരിഞ്ഞു വരുന്നത് കറക്റ്റ് പ്ലാൻഡ് ആണ്. എല്ലാം കറക്റ്റ് പ്ലാൻ ചെയ്തിട്ട് ഏത് പോർഷനിൽ നിന്ന് കപ്പൽ തിരിഞ്ഞു കഴിഞ്ഞാൽ, അതായത് കപ്പലിൻ്റെ വലിപ്പം അനുസരിച്ച്, നീളമനുസരിച്ചും ബീമിൻ്റെ അനുസരിച്ചും ഏത് പോർഷനിൽ നിന്ന് കപ്പൽ തിരിഞ്ഞാൽ നമുക്ക് ബെർത്തിലേക്ക് അടുപ്പിക്കാൻ പറ്റും എന്നുള്ളത് കറക്റ്റ് പ്ലാൻഡാണ് തിരിഞ്ഞു വരുന്നത്. ഉണ്ടോ? ആ ഒരു പോർഷനിൽ എത്തിക്കഴിഞ്ഞാൽ കപ്പൽ പൂർണ്ണമായിട്ടും തിരിഞ്ഞു വരും. കാരണം പിന്നെ വേറൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബെർത്തിൻ്റെയും ഈ പറയുന്ന ബ്രേക്ക് ബോർഡിൻ്റെ ഇടയ്ക്കുള്ള വീതി ഏറ്റവും കുറഞ്ഞു. കാരണം അതിന് നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് ബോർഡിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാമല്ലോ. അതാദ്യം എങ്ങനെയാണ് പോകുന്ന സ്ട്രക്ചർ അറിഞ്ഞുകൂടാത്തവർ ദയവായി ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ബ്രേക്ക് ബോർഡിൻ്റെ സ്ട്രക്ചർ അറിയാം. അപ്പോൾ ഏറ്റവും വീതിയുള്ള ഭാഗത്ത് ഏതാണ്ട് 900-1000 മീറ്ററിനടുത്തോളം ഉണ്ട്. ഇതിപ്പോൾ GHT മർനാസ് എന്ന് പറയുന്ന ഷിപ്പ് തൊട്ട് പോർട്ടിൽ തന്നെ, അതായത് ബെർത്തിൽ തന്നെ ഉണ്ട് നിലവിൽ. കപ്പൽ പോയിട്ടില്ല. നമുക്ക് ആവശ്യമായ ഒരു ക്രെയിൻ അൺലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഈ ഷിപ്പ് കൊളംബോ പോർട്ടിലേക്കാണ് പോകേണ്ടത്. പക്ഷേ നിലവിൽ പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു കൊളംബോ പോർട്ടിൻ്റെ ടൈം ബിസി ആയിരിക്കും, കൊളംബോ പോർട്ട്. അതുകൊണ്ടായിരിക്കും പോകാത്തത്. ആ കറക്റ്റ് ടൈമിൽ ഇവിടെ നിന്ന് പോയാൽ മതി. അപ്പോൾ നിലവിലിപ്പോൾ ഈ 2 ഷിപ്പ് കൂടി ആകുമ്പോൾ ഏതാണ്ട് 650 മീറ്ററോളം, എനിക്ക് തോന്നുന്നു 650 മീറ്ററോളമാണ് ബെർത്ത് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 650 മീറ്ററോളം ബെർത്ത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 800 മീറ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബെർത്ത്. എന്നാലും 650 മീറ്ററാണ് മാക്സിമം വിഴിഞ്ഞം പോർട്ടിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കൂടുതൽ വളരെ ഫാസ്റ്റായിട്ട് ഉപയോഗിക്കും. അതായത് 2 മദർഷിപ്പുകൾക്ക് ഒരേ സമയം ബെർത്ത് ചെയ്യാൻ പറ്റുന്ന രീതിയിലായി മാറും. അത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആവും എന്നുള്ള കാര്യം സംശയമില്ല. അത് ഇപ്പോൾ കപ്പൽ തിരിയാൻ പോകുന്ന ആ ഒരു കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ വരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കപ്പൽ തിരിഞ്ഞു വരുന്ന ആ ഒരു പോർഷനിലേക്ക് എത്തിയിരിക്കുന്നു. കുറച്ച് ഫാസ്റ്റാക്കിയതാണ് ഞാൻ. കപ്പൽ ഇപ്പോൾ തിരിഞ്ഞു വരുന്ന നമുക്ക് കാണാൻ സാധിക്കും, പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന മുന്നിൽ നിൽക്കുന്ന ആ ടഗും ഏറ്റവും ബാക്കിലായിട്ട് നിൽക്കുന്ന ടഗും, ബാക്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ടഗിനെ കാണാൻ സാധിക്കില്ല. ഇപ്പോൾ നമുക്ക് 2 ടഗിനല്ലേ കാണാൻ സാധിക്കുള്ളൂ. തൊട്ടപ്പുറത്ത് വേറൊരു ടഗുണ്ട്. ആ 2 ടഗിൻ്റെ മുന്നിലും പിന്നിലുമായിട്ട് നിൽക്കുന്ന ആ ടഗിൻ്റെ കൺട്രോളിൽ പൂർണ്ണമായിട്ടും കപ്പൽ നമ്മുടെ മുന്നിൽ തിരിയുന്ന കാഴ്ചയായിരിക്കും നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ നമുക്ക് കാണുന്നത് കപ്പലിൻ്റെ ഈ പറയുന്ന ഫണലിൽ നിന്നും പുക ഉയർന്നു പോകും നമുക്ക് കാണാൻ സാധിക്കും. അതായത് എഞ്ചിൻ ഓഫ് അല്ല എന്നാണ് ഞാൻ പറയുന്നത്. എഞ്ചിൻ ഓഫ് അല്ല, ഒരു ന്യൂട്രൽ പൊസിഷനിലായിരിക്കും നമ്മുടെ ഈ പറയുന്ന പോർട്ടിനകത്തോട്ട് പ്രവേശിക്കുന്നത്. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കപ്പൽ തിരിഞ്ഞു വരുന്നൊരു കാഴ്ച ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ? ഇപ്പോൾ നമുക്ക് നമ്മുടെ മുന്നിലായിട്ട്, അതായത് കപ്പലിൻ്റെ ഈ സൈഡിലായിട്ട് ഡ്രഡ്ജർ മെഷീൻ്റെ യൂണിറ്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പക്ഷേ ഈ വശത്ത് വീഡിയോ ഷൂട്ട് ചെയ്ത കാരണം നമുക്ക് തോന്നി ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ബൾബസ് ബോ എന്ന് പറഞ്ഞ പോർഷൻ ഡ്രഡ്ജർ മെഷീനിൽ തട്ടുമോ എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഒരു കാരണവശാലും തട്ടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 1 കിലോമീറ്ററോളം ഇതുപോലുള്ള ഒരു ഷിപ്പിലൂടെ അവിടെ ഒന്ന് തിരിയേണ്ട സ്പേസ് അവിടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു കപ്പൽ നമ്മുടെ ഈ പോർഷനിലൊന്നും തട്ടുകയോ ഒന്നും ചെയ്യില്ല. അതുമാത്രമല്ല, നമ്മുടെ ടഗ് ബോട്ടിൻ്റെയും ഫുൾ കൺട്രോളാണ് ഷിപ്പ് പൂർണ്ണമായിട്ടും. എത്ര വലിയ ഷിപ്പായാലും ഇപ്പോൾ 366 മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ സൈസ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ഇപ്പോൾ പോർട്ടിന് പേരലായിട്ട് വന്നപ്പോൾ 366 മീറ്റർ നീളമുള്ള മദർഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത്രയും ഒരു വൈഡ് വ്യൂ എന്ന് പറയുന്നത് വളരെ മനോഹരമായ വ്യൂ തന്നെയാണ്. MSC എന്ന് പറയുന്ന ബാഡ്ജിങ്, അത് സൂപ്പറാണ്. കാരണം MSCയുടെ കപ്പൽ വന്ന് ഇപ്പോൾ MSCയുടെ കപ്പലിൻ്റെ ഒരു ഫാനായി മാറിയിരിക്കുന്നു നിലവിൽ. MSC എന്ന് പറഞ്ഞു. കാരണം ധാരാളം ഷിപ്പുകളാണ് വിഴിഞ്ഞം പോർട്ടിൽ MSCയുടെ തന്നെ വന്നിട്ടുള്ളത്. ഇനി വരാൻ പോകുന്ന ഷിപ്പുകളും MSCയുടെ തന്നെയാണ്. MSCയുടെ അയർനെയും വരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എപ്പോഴാണെന്ന് അറിയില്ല, പക്ഷേ MSC അയർനെയും വരും. MSC അയറിനൂടെ വരുമ്പോൾ വിഴിഞ്ഞം പോർട്ട് ഒരു പൊൻതൂവൽ കൂടെ തന്നെ സമ്മാനിച്ചായിരിക്കും വിഴിഞ്ഞം നമ്മുടെ MSC അയറിന വിഴിഞ്ഞം പോർട്ടിലെ. MSC അയറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പാണ് MSC അയറിന. അതേ സീരീസിൽപ്പെട്ട വേറെ കണ്ടെയ്നർ ഷിപ്പുകളുണ്ട്. ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ഷിപ്പുകൾ അതേ സീരീസിൽപ്പെട്ട കപ്പലുണ്ടെങ്കിലും അതിലേറ്റവും അറിയപ്പെട്ട ഷിപ്പ്, അങ്ങനെ പറയുന്നതായിരിക്കും സത്യം, അതിലേറ്റവും അറിയപ്പെട്ട ഷിപ്പ് MSC അയറിന തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ്.
നമുക്കിപ്പോൾ ആ കണ്ടെയ്നർ ഷിപ്പ് എന്ന് പറയുമ്പോൾ വേറെയും കണ്ടെയ്നർ ഷിപ്പ് ഇതേ വലിപ്പത്തിലും ഇതേ സൈസിലും ഇതേ കണ്ടെയ്നർ കപ്പാസിറ്റിയിലുമുണ്ട്. എങ്കിലും MSC എയറിനെയാണ് ആ ഒരു സീരീസിൽ അറിയപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ടഗ് ഈ ടഗ്ഗാണ് നിലവിൽ മുന്നിൽ നിൽക്കുന്ന ടഗ്ഗും പിന്നിൽ നിൽക്കുന്ന ടഗ്ഗും ഇതാണ്. കാരണം ഈ ടഗ് ഈ റോപ്പ് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ പോകുന്ന വശം കണ്ടോ, ബ്രേക്ക് കൊണ്ട് ആ പോർഷനിലേക്ക് തിരിയുമ്പോൾ ഈ പോർഷൻ പൂർണ്ണമായിട്ടും തിരിഞ്ഞു വരും നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഇങ്ങനെ തിരിഞ്ഞു വരും. മുന്നിലെ ടഗ്ഗും ഇതേ പൊസിഷനിൽ തിരിയുന്നുണ്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അത് തിരിയുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഈ കപ്പൽ പൂർണ്ണമായിട്ടും തിരിഞ്ഞു വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ പോർഷൻ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും. ഷിപ്പിൽ നിന്നും തിരിയുന്ന കാണാൻ സാധിക്കും, വളരെ ഈസി ആയിട്ട് തിരിയുന്നത് കാണാൻ സാധിക്കും. കാരണം ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന കപ്പലും ടഗ് ബോട്ട് നിൽക്കുന്ന സ്ഥലത്തെല്ലാം ഏതാണ്ട് 20 മീറ്ററോളം ആഴമുണ്ട്. 13.1 മീറ്ററാണ് കപ്പലിൻ്റെ ഡ്രാഫ്റ്റ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തിരിയാനായിട്ട് സാധിക്കും. ഇതാ ഇപ്പോൾ നമ്മൾ പിന്നിലെ ടഗ് ഉണ്ടെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ടഗും അതേ കാറ്റഗറിയിൽ തന്നെയാണ് ഈ റോപ്പ് ഉപയോഗിച്ച് വലിക്കുന്നു. ഈ 2 ടഗും മുന്നിലും പിന്നിലുമായിട്ട് പുള്ളിയാണ് ചെയ്യുന്നത്. അതാണ് സത്യം. പുള്ളി ചെയ്യുമ്പോൾ തന്നെ ആ കപ്പൽ പൂർണ്ണമായിട്ടും തിരിഞ്ഞു വരും. ഇപ്പോൾ നമുക്ക് ഇവിടെ വയ്ക്കുമ്പോൾ നമുക്ക് ട്രെജർ മെഷീൻ്റെ ട്രെജർ മെഷീനെ കണ്ട് നമുക്ക് മറഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ട്രെജർ എന്ന് പറഞ്ഞ് ആരും തെറ്റിദ്ധരിക്കേണ്ട, വീണ്ടും ട്രെഡ്ജ് ചെയ്തോ എന്ന് തെറ്റിദ്ധരിക്കേണ്ട. ട്രെഡ്ജ് ചെയ്യുന്നുണ്ട്, വേറെ ഒന്നിനുമല്ല ട്രെഡ്ജ് ചെയ്യുന്നത്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, തീർച്ചയായിട്ടും ചുമ്മാ പറയുന്നതല്ല. നിലവിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ കയറി കാണാം. കണക്ഷൻ റോഡിൻ്റെ, അതായത് നമ്മുടെ പോർട്ടും NH66 തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു കണക്ഷൻ റോഡുണ്ട്. ആ കണക്ഷൻ റോഡിലേക്ക് ഈ പറയുന്ന നാച്ചുറൽ സാൻഡോ മണലോ ഫില്ല് ചെയ്യുന്നതിനാണ് ഇവിടുന്ന് ഡ്രഡ്ജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കാരണം ഡ്രഡ്ജ് ചെയ്ത മണൽ കൊണ്ടേ നമുക്ക് അവിടെ ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ ഡീറ്റെയിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന നമ്മുടെ വിഴിഞ്ഞം പോർട്ടും NH66 തമ്മിലുള്ള കണക്ഷൻ റോഡിന് ഏകദേശം 1700 മീറ്ററാണ് നീളമുള്ളത്. ഈ 1700 മീറ്റർ നീളമുള്ള ഈ ഒരു പോർഷനിൽ പല ഭാഗത്തായിട്ട് അമ്പലക്കുളമുണ്ട്, വയലുണ്ട്. ഈ വയലിൽ ധാരാളം ചെളിയുണ്ട്. ഇതൊക്കെ കോരി മാറ്റി കഴിയുമ്പോൾ വലിയൊരു കുളം പോലെയായി മാറും. ഇവിടത്തേക്ക് ഈ പറയുന്ന സാൻഡ് കൊണ്ടുപോകുന്നതിനാണ് ഈ പറയുന്ന ട്രെഡ്ജർ ഉപയോഗിച്ച് ഡ്രഡ്ജ് ചെയ്യുന്നത്. ഞാൻ ആ സ്പോട്ടിൽ ചെന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോറിയിൽ ലൈവായിട്ട് കൊണ്ട് തട്ടുന്നതും ഈ പറയുന്ന സാൻഡ് കൊണ്ട് തട്ടുന്നതും നമുക്ക് ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിനാണ് ട്രെഡ്ജർ ഉപയോഗിച്ച് ഡ്രഡ്ജ് ചെയ്യുന്നത്. നമുക്കല്ലാതെ ഒരിക്കൽ ഡ്രഡ്ജ് ചെയ്ത സ്ഥലത്ത് പിന്നെയും മണൽ വന്ന് കൂടുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരിക്കൽ ഡ്രഡ്ജ് ചെയ്ത സ്ഥലത്ത് ചെളി വന്ന് അടിയുകയോ ചെയ്യുന്ന പ്രതിഭാസം വിഴിഞ്ഞം പോർട്ടിന് ഇല്ല. കാരണം നമ്മൾ ഈ പോർട്ടിൽ വന്നപ്പോൾ, ആദ്യമായിട്ട് പോർട്ടിൽ വന്നപ്പോൾ തന്നെ പ്രദേശവാസികളോട് തിരക്കുമ്പോൾ അവർ പറയുന്നത് ഇവിടെ എല്ലാം പാറയാണ്. ഇപ്പോൾ നമുക്ക് ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ സൈഡിൽ വരുന്നവർക്ക് ഒരിക്കലെങ്കിലും പോർട്ട് കാണാൻ വരുന്നവർ ഒന്ന് നോക്കിയാൽ ഈ സൈഡിലെല്ലാം പാറ തന്നെയാണ്. അപ്പോൾ ഈ പാറ പൊട്ടിച്ചിട്ട് തന്നെയാണ് പലപ്പോഴായിട്ട് ഈ പോർട്ട് ഈ പറയുന്ന ആഴം നാച്ചുറലായിട്ടുണ്ടെങ്കിലും ആഴം കൂട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് ഈ 18 മീറ്റർ ഞാൻ ഈ പറയുന്ന പോലെ നാച്ചുറലായിട്ട് ഡീപ്പ് വാട്ടർ ഡെപ്ത് ഉണ്ടെങ്കിലും അത് 20-22 മാറ്റിയില്ലെങ്കിൽ പാറ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് എടുത്തിട്ട് തന്നെയാണ് ഈ മണൽ രൂപത്തിലാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ആ വശത്തേക്ക് ഇനിയും ഈ പറയുന്ന മണ്ണടിഞ്ഞു കൂടുന്ന പ്രതിഭാസം നിലവിലില്ല. കാരണം ഇത്രയും കപ്പൽ വന്നുപോയി. MSC കൈലി 16.5 മീറ്ററും MSC ക്ലൗഡ് ജെറാൾഡ് 16.7 മീറ്റർ, അങ്ങനെ ധാരാളം കപ്പലുകൾ വിഴിഞ്ഞം പോർട്ടിൽ വന്നു പോയപ്പോൾ നമ്മൾ ഡ്രഡ്ജ് ചെയ്തിട്ടില്ല. അതിനുത്തമ ഉദാഹരണം തന്നെയാണത്. കാരണം ഈ ട്രെഡ്ജർ മെഷീനും ഓസും കാണുമ്പോൾ ചിലവരെങ്കിലും മെസ്സേജ് അയച്ചു കൊടുക്കും, അപ്പോൾ ഡ്രഡ്ജ് ചെയ്ത് തുടങ്ങിയല്ലേ എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഇത്രത്തോളം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി അങ്ങനെ ഒരു സംശയം ആർക്കും വേണ്ട. ഡ്രഡ്ജ് ചെയ്യുന്നത് നമുക്ക് ഈ പറയുന്ന NH66 ഈ പറയുന്ന സാൻഡ് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ് ഡ്രഡ്ജ് ചെയ്യുന്നത്. സംശയമുള്ളവർക്ക് NH66 വർക്ക് കിടക്കുന്ന ആർക്കും വേണമെങ്കിൽ വന്ന് നോക്കാം. വന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൂടി പോകുന്നവർക്കും ആർക്കും നോക്കാം. പിന്നെ റോഡിൽ വന്നിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് അവിടെ വർക്കൊന്നും നടക്കുന്നില്ല എന്ന് പറയരുത്. കാരണം കുറച്ച് ഇറങ്ങി വരണം. ഇറങ്ങി വന്നാൽ യഥാർത്ഥത്തിൽ ആ റോഡിൽ നോക്കിയാൽ ആ മാറ്റം വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എന്തൊക്കെയാണ് മാറ്റം നടക്കുന്നത് അറിയാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയണമെങ്കിൽ കുറച്ച് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ആ വീഡിയോയിൽ കാണുന്ന പോലെ വളരെ വ്യക്തമായിട്ട് വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. ഞാൻ ഇന്നും കണ്ടിരുന്നു. ഇന്നും ആ വശത്തൂടി തന്നെയാണ് ഞാൻ ദിവസവും വീഡിയോ ഷൂട്ട് ചെയ്യാനും പോർട്ടിൻ്റെ വശത്തേക്കൊക്കെ പോകുന്നത്. ഇന്നും വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനെക്കാട്ടി അപ്ഡേഷൻ ഉണ്ട്. പക്ഷേ ഞാൻ ഓരോ ആഴ്ചയും കൂടുന്തോറും ആ വീഡിയോയുടെ അപ്ഡേഷൻ, അതായത് കണക്ഷൻ റോഡിൻ്റെ അപ്ഡേഷൻ ഓരോ ആഴ്ചയിലും തരാൻ ശ്രമിക്കാം. അപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നാലും ആ വീഡിയോയിൽ കണ്ട് തന്നെ മനസ്സിലാക്കാനായി സാധിക്കും. ഇത് ഇത്രയത്തോളം നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ കപ്പൽ ഇങ്ങനെ തിരിഞ്ഞ് വന്നിരിക്കുന്നു. ഉണ്ടോ? കപ്പൽ ഇങ്ങനെ തിരിഞ്ഞ് വരികയാണ്. വളരെ സാവധാനം എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ കപ്പൽ തിരിയുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് തോന്നും ട്രെഡ്ജർ മെഷീനിൽ തട്ടുമോ എന്നൊക്കെ തോന്നും. ഒരു കാരണവശാലും തട്ടില്ല. കാരണം ട്രെഡ്ജർ മെഷീനും ഈ കപ്പലും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് നിലവിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എപ്പോഴും എടുത്തു പറയുന്നില്ല, നിലവിൽ ഈ ബെർത്തും ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ ഇടയ്ക്ക് ഏതാണ്ട് 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ഏതായാലും വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഈ വ്യൂ ഈ വശത്ത് നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത്.
തോന്നുന്നത്. ട്രെഞ്ചർ മെഷീനിൽ തട്ടുമെന്ന് ഒരു കാരണവശാലും തട്ടില്ല. പക്ഷെ പൂർണ്ണമായിട്ടും നമ്മൾ ഈ പറയുന്ന 4 ടെക് പോർട്ടിലെ പൈലറ്റിൻ്റെയും കൺട്രോളിലാണ് എല്ലാ ഷിപ്പുകളും ഇവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നത്. അതിനാൽ ഈ ഷിപ്പും അങ്ങനെ തന്നെയാണ് തിരിയുന്നത്. കാരണം 2 ദിവസം മുന്നേ നല്ല ഫോഗ് ആയത് കാരണം നമുക്ക് ഒരു ക്ലിയർ പിക്ചർ നമുക്ക് ഷിപ്പ് തിരിയുന്ന വീഡിയോ ഇതുവരെ നല്ലതുപോലെ കിട്ടിയില്ല. പക്ഷേ ഈ ഷിപ്പ് വന്ന സമയത്ത് ഫോഗൊന്നുമില്ല, വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അതാ ഷിപ്പ് തിരിഞ്ഞു വന്നിരിക്കുന്നു. പൂർണ്ണമായിട്ടും തിരിഞ്ഞു വരുന്നൊരു ദൃശ്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ലൈറ്റ് നേരെ കപ്പലിൻ്റെ ആ സൈഡിലേക്കാണ് അടിക്കുന്നത്. അതിനാൽ നമ്മുടെ കണ്ടെയ്നറും കപ്പലും വളരെ മനോഹരമായ ദൃശ്യം തന്നെയാണ്. MSC എന്ന് പറയുന്ന ബാഡ്ജിങ് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ MSCയുടെ ഫാനായി മാറിക്കൊണ്ടിരിക്കുന്ന ഞാനുൾപ്പെടെ കുറച്ച് പേർ. കാരണം ധാരാളം ഷിപ്പുകൾ MSCയുടെ തന്നെയാണ് വരുന്നത്. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വിഴിഞ്ഞം പോർട്ടിൽ വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു അഭിമാനമായിട്ട് നമുക്ക് തോന്നുന്നു. MSCയുടെ ഫാൻ തന്നെയാണ്. കാരണം അതുകൊണ്ട് MSCയുടെ ഏത് കപ്പൽ വന്നാലും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകും. കാണുമ്പോൾ ഏതായാലും ഒരേപോലെയാണെങ്കിലും ഓരോ ഷിപ്പിനും അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്. നമ്മുടെ ഈ ബ്രിഡ്ജ് പോർഷനിൽ മാറ്റമുണ്ട്, നമ്മുടെ ഈ പറയുന്ന ഫണലിൽ വ്യത്യാസമുണ്ട്. പുതിയ മോഡൽ ഷിപ്പിനാകുമ്പോൾ കുറച്ചുകൂടി സിമ്പിളാണ്. സിമ്പിൾ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന 300 ഫോർ എക്സാമ്പിൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന MSC എമ്മ എന്ന് പറയുന്ന ഷിപ്പിന് 366 മീറ്റർ നീളമുണ്ട്. തൊട്ട് മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തൊരു കപ്പൽ, അതായത് 2 ദിവസം മുന്നേ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ വന്ന MSC മരിയ ക്രിസ്റ്റീന എന്ന് പറയുന്ന ഒരു ഷിപ്പ് ഉണ്ടായിരുന്നു. അത് ഏകദേശം 366 മീറ്ററാണ് നീളം. സ്പെസിഫിക്കേഷനുള്ള സെയിം തന്നെയാണ്. അതായത് നീളവും ബീമും ഏതാണ്ട് സെയിം തന്നെയാണെങ്കിലും കണ്ടെയ്നർ കപ്പാസിറ്റിയുടെ കാര്യത്തിൽ MSC മരിയ ക്രിസ്റ്റീനയാണ് 16,550 TEU കണ്ടെയ്നർ കപ്പാസിറ്റി ആണെങ്കിൽ സെയിം ആസ്റ്റ് MSC എമ്മയ്ക്കാവട്ടെ ഏകദേശം 13,092 TEU. കണ്ട വ്യത്യാസം നമുക്ക് വളരെ വ്യത്യാസം. ഏതാണ്ട് 3000 TEU കണ്ടെയ്നറാണ് വ്യത്യാസമായിട്ടുള്ളത്. കാരണം പുതിയ ടെക്നോളജി ഉപയോഗിച്ച് നിലവിൽ കപ്പൽ പണി പൂർത്തിയാക്കി നീറ്റിലിറങ്ങുമ്പോൾ അതിൽ സ്പേസ് നല്ലതുപോലെ കിട്ടുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഉള്ളിലേക്കുള്ള ഡെക്ക് പോർഷൻ, ഉള്ളിലേക്കുള്ള സ്പേസ് വളരെ കൂടുതൽ. അതായത് വളരെ നൂതന ടെക്നോളജി ഉപയോഗിച്ച് പണിയുന്ന ഷിപ്പുകൾക്കെല്ലാം നീളം വളരെ കുറവാണെങ്കിലും നിലവിൽ 366 സെയിം ആസ്റ്റ് 366 തന്നെയാണെങ്കിലും കണ്ടെയ്നർ കപ്പാസിറ്റിയുടെ കാര്യത്തിൽ വളരെ കൂടുതൽ തന്നെയാണ്. അത് പുതിയ ടെക്നോളജി ഉപയോഗിച്ച് നമ്മുടെ സ്പേസ് കണ്ടെത്തുകയാണ്. അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ വെക്കേണ്ട ആ സ്പേസും വളരെ അളന്ന് മുറിച്ചുള്ള ആ സ്പേസാണ് നമുക്ക് ആ ഒരു കണ്ടെയ്നർ കൂടുതൽ വെക്കാനായിട്ട് സാധിക്കുന്നത്. അത് മാത്രമല്ല ഷിപ്പിൻ്റെ നീളത്തിലും നിലവിൽ ഇപ്പോൾ പല ഷിപ്പുകളും വന്നിട്ടുണ്ട് 399.96, ഈ പറയുന്ന MSC അന്ന 399.99. കുറച്ചുകൂടി നീളം കൂടി കഴിഞ്ഞാൽ 400 മീറ്റർ ആയിക്കൂടെ എന്നൊക്കെ ഒരു MM-ൻ്റെ വ്യത്യാസം 400 മീറ്റർ ആയിക്കൂടെ എന്ന് ചോദിച്ചാൽ അതിന് ടാക്സ് വേരിയേഷൻ വളരെ കൂടുതലാണ്. ഒരു ഹൈ ടാക്സ് വരും 400 മീറ്റർ ആയിക്കഴിഞ്ഞാൽ. അതിനാൽ പല ഷിപ്പുകളും ചെറിയ വേരിയേഷനിൽ ആ ഒരു ലെന്ത് കട്ട് ചെയ്യുന്ന ഒരു പ്രവണതയാണ് നിലവിൽ നമുക്ക് കാണാൻ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അങ്ങനെ പറയുന്നത് 366, 399.98, 99, 97 ഇതൊക്കെ വരുന്നത് ചെറിയ ടാക്സ് വ്യത്യാസത്തിന് വരത്തിലാണ്. 400 മീറ്റർ ആയി കഴിഞ്ഞാൽ ടാക്സ് കൂടും. ഇത്രത്തോളം പറയുമ്പോൾ നമ്മുടെ ഷിപ്പ് പൂർണ്ണമായിട്ടും തിരിഞ്ഞു വന്ന് നമുക്കിപ്പോൾ നല്ലതുപോലെ വ്യക്തമായിട്ട് മനസ്സിലാവും കപ്പൽ തിരിഞ്ഞു വരുന്ന ഒരു കാഴ്ച. തീർച്ചയായിട്ടും നമ്മൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കപ്പൽ ഇങ്ങനെ തിരിഞ്ഞു വരുന്ന കാഴ്ച. അതായത് ഇതിപ്പോൾ സ്പീഡായിട്ടൊന്നും ഇട്ടിട്ടില്ല, കറക്റ്റായിട്ട് കപ്പൽ തിരിഞ്ഞു വരുന്ന കാഴ്ച തന്നെയാണ്. നേരത്തെ ഞാൻ കഴിഞ്ഞ ആഴ്ചയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പീഡായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം കപ്പൽ തിരിഞ്ഞു വരുന്ന ഒരു കാഴ്ച കുറേ കണ്ടു കാണുമല്ലോ എല്ലാവരും. എന്നാലും ഈ ഒരു കപ്പലും ഇതുപോലുള്ള ധാരാളം കപ്പൽ ഇവിടെ നിന്ന് തിരിയുന്നെങ്കിലും ഇത് പൂർണ്ണമായിട്ടും കപ്പൽ തിരിഞ്ഞു വരുന്നൊരു കാഴ്ച തന്നെയാണ്. എല്ലാ കപ്പലും ഇങ്ങനെ തന്നെ തിരിയുന്നെങ്കിലും ഓരോ കപ്പലും ഒരു വ്യത്യസ്തതയുണ്ട്. നിലവിൽ ആ ഒരു വ്യത്യസ്തത നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഇത് MSC എമ്മ നമ്മൾ ഈ പറയുന്ന ഇറ്റുഗായ്, ബ്രസീലിലെ ഇറ്റുഗായ് പോർട്ടിൽ നിന്നാണ് MSC എമ്മ വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുന്നത്. ദക്ഷിണാഫ്രിക്ക ചുറ്റി വന്ന ഷിപ്പ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കപ്പൽ പൂർണ്ണമായിട്ടും തിരിഞ്ഞു വന്നിരിക്കുന്നു. ഉണ്ടോ? പൂർണ്ണമായിട്ട് തിരിഞ്ഞിട്ടില്ല. ഇനി എനിക്ക് തോന്നുന്നു ഒരു 50%. അതായത് 180 ഡിഗ്രിയാണ് കപ്പൽ തിരിയുന്നത്. ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇട്ടപ്പോൾ ഒരു തെറ്റ് പറ്റി. തീർച്ചയായിട്ടും 360 ഡിഗ്രി എന്ന് പറഞ്ഞു. അതിൽ തന്നെ ഒരു കമൻറ്റ് തീർച്ചയായിട്ടും വന്നു, 360 ഡിഗ്രിയിൽ കപ്പൽ തിരിഞ്ഞാൽ അതേ പൊസിഷനിൽ തന്നെ കപ്പൽ നിൽക്കില്ല. അത് കറക്റ്റ് പോയിൻ്റാണ്. അത് ഞാൻ ലൈവായിട്ട് പറഞ്ഞപ്പോൾ അത് നമുക്ക് കിട്ടിയില്ല ആ പോയിന്റ്. പിന്നെ ആ മെസ്സേജായിട്ട് വന്നപ്പോഴാണ് നമ്മളത് ശ്രദ്ധിച്ചത്. കറക്റ്റാണ്. 190ലാണ് കപ്പൽ എപ്പോഴും തിരിഞ്ഞ്, അതായത് ബെർത്തിങ് ചെയ്യുന്നതിന് 190 തിരിഞ്ഞാൽ മാത്രം മതിയാവും. ഇങ്ങനെ ഓരോ ചെറിയ തെറ്റുകളും കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുമ്പോഴാണ് നമ്മളത് ഓർമ്മിച്ച് വരുന്നത്.
കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നല്ലൊരു തെറ്റ് പറ്റിയത് പേരിൻ്റെ കാര്യത്തിൽ, പേര് വായിക്കാൻ അറിഞ്ഞുകൂടത്തുണ്ടല്ല. ഈ പറയുന്ന മരിയ ക്രിസ്റ്റീന എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട്, പക്ഷേ സ്പീഡിൽ പറയുമ്പോൾ മരിയ കൃഷ്ണ എന്നായിപ്പോയി. അപ്പോൾ ധാരാളം കമൻറ്റ് ഒന്നും ഇല്ല, മരിയ ക്രിസ്റ്റീനയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം തെറ്റ് പറ്റിയെന്നുള്ള സത്യമാണ്. പക്ഷേ ഈ റെക്കോർഡിംഗ് പൂർണ്ണമായിട്ട് മാറ്റണമെങ്കിൽ പലയിടത്തും ഞാനിങ്ങനെ പറഞ്ഞിട്ട് മൊത്തത്തിൽ നമ്മളത് ഒന്ന് ബീപ്പ് സൗണ്ട് കൊടുക്കുകയോ മ്യൂസിക് കൊടുക്കേണ്ടി വരും. അതൊരു നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതൊരു ഭംഗിയല്ല. അതുകൊണ്ടാണ് ഞാനത് മാറ്റാത്തത്. ഇപ്പോൾ കപ്പൽ പൂർണ്ണമായിട്ടും തിരിഞ്ഞു വന്നിട്ടില്ല, ഏകദേശം തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പറയുന്ന ബെർത്തിങ് പോർഷനിലേക്കാണ് കപ്പൽ നീക്കേണ്ടത്. ഇനി ഈ പറയുന്ന ടഗ് ബോട്ടുകൾ പുള്ള് ചെയ്യേണ്ട കാര്യമില്ല, പുഷ് ചെയ്ത് നീക്കിയാൽ മാത്രം മതി. അതുതന്നെയാണ് നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ ടഗിനെ കാണാൻ സാധിക്കും. ആ ടഗ് പുഷ് ചെയ്തിട്ട് ബാക്കിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇങ്ങനെ റിവേഴ്സിൽ പോകുമ്പോൾ തന്നെ അങ്ങ് പോയിട്ട് ബെർത്ത് പോർഷനിലേക്ക് ബെർത്ത് ചെയ്യും. അതുമാത്രമല്ല, ഇപ്പോൾ നമുക്കിപ്പോൾ ഈ വ്യൂ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരിടത്ത് ഡ്രഡ്ജ് മിഷൻ, തൊട്ടടുത്ത് ഈ പറയുന്ന ബ്രേക്ക് വാട്ടർ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞെരുങ്ങി ആ സ്പേസിലൂടെ കപ്പൽ പോവുകയായിരിക്കും എന്നൊക്കെ തോന്നുമെങ്കിലും അങ്ങനെയൊന്നും അല്ല. നിലവിൽ കപ്പലിൻ്റെ ഈ വശത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കപ്പലിൻ്റെ ബീം വരുന്നത്, അല്ലെങ്കിൽ കപ്പലിൻ്റെ നമുക്ക് വീതി എന്ന് പറയാം, വീതി വരുന്നത് ഏതാണ്ട് 48 മീറ്ററാണ്. 50 മീറ്റർ തികച്ചില്ല. അപ്പോൾ പക്ഷേ നിലവിൽ ഞാൻ നേരത്തെ പലപ്പോഴായിട്ട് പറയുന്ന പോലെ വളരെ ലെന്ത് കൂടിയ സ്ഥലമാണ്. ബെർത്തും ബ്രേക്ക് വാട്ടറിൻ്റെ ഇടയ്ക്ക് 1 കിലോമീറ്റർ ലെന്തുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഈ കപ്പൽ ഇതേപോലത്തെ ഒരു 10 കപ്പൽ നിരത്തി നിർത്തിയാൽ കൂടി തന്നെ മിനിമം എത്ര മീറ്റർ ആവുമെന്ന് നമുക്ക് മനസ്സിലാവും. എന്നാലും നമുക്ക് അതേ ലെവലിൽ തന്നെ നിർത്താൻ പറ്റും. അപ്പോൾ അത്രത്തോളം സ്പേസ് ആ ഭാഗത്തുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ പറയുന്ന ബെർത്തിൻ്റെ കുറച്ച് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ. STS ക്രെയിൻ 8 ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. കണ്ടെയ്നറെല്ലാം റിലീസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഈ ഫ്രണ്ടിൽ വേറൊരു കപ്പലുള്ള കാരണം ഈ പോർഷനിലാണ്, അതായത് നമ്മളിപ്പോൾ കാണുന്ന പോർഷനിലേക്കാണ് കപ്പൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാനൊന്ന് കാണിച്ചത്. ഫ്രണ്ടിലൊരു കപ്പലുണ്ട് നിലവിൽ, നമ്മുടെ ക്രെയിനുമായിട്ട് വന്ന GHT മർനാസ് എന്ന് പറയുന്ന കപ്പൽ. ഈ കപ്പൽ അതിൻ്റെ ബാക്കിലേക്കല്ല, നിലവിൽ ഈ പറയുന്ന ബെർത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ നിന്നാണെന്ന് തോന്നുന്നു. ഇനി പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല, ബെർത്തിൽ ഇത്രയും പോർഷനുണ്ട്. ഫസ്റ്റും സെക്കൻഡും ഒന്നും തോന്നുന്നില്ല, ഇത്രയും ലെന്തുണ്ട്. എവിടെ വേണം നിൽക്കാൻ. നമ്മളിപ്പോൾ കാണുന്ന വശത്താണെങ്കിൽ ബെർത്ത് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് അവിടെയാണ്. അപ്പോൾ നിലവിൽ ആ സ്റ്റാർട്ടിംഗ് പോർഷനിലേക്കാണ് കപ്പൽ തിരിഞ്ഞു പോകുന്നത്. ഓൾറെഡി ഒരു കപ്പൽ നിലവിൽ GHT മർനാസ് അല്ലെങ്കിൽ ഷെൻഹുവ 16 എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നുന്നു. പലപ്പോഴും ഷെൻഹുവ സീരീസ് എന്ന് പറഞ്ഞ് ഷെൻഹുവ എന്ന് പറയുന്ന ഒരു വാക്ക് വളരെ ഭംഗിയുള്ള വാക്കായിട്ട് മാറിയിരിക്കുന്നു. ഇപ്പോൾ GHT മർനാസ് എന്ന് പറയുമ്പോൾ വേറെ എന്തോ ഒരു സംഭവം പോലെയും, ഷെൻഹുവ എന്ന് പറയുമ്പോൾ നമുക്ക് വിഴിഞ്ഞം പോർട്ടിലുള്ളവർക്കും പോർട്ട് വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും വളരെ പരിചിതമാണ്. എല്ലാ ചാനലും ഷെൻഹുവ സീരീസ് എന്ന് പറയുന്നത് ഒരു വളരെ പരിചിതമായ കപ്പലുമായി മാറി. ഈ ഷാങ്ഹായും എല്ലാവർക്കും പരിചിതമായി. ഷാങ്ഹായിലെ ചാൻസിങ് ഐലൻഡ് എല്ലാവർക്കും വളരെ പരിചിതമായി. അതുമാത്രമല്ല, ഷാങ്ഹായിൽ നിന്നൊരു കപ്പൽ തിരിച്ച് നമ്മളെ വിഴിഞ്ഞം പോർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ കാണുന്ന മലാക്കടൽ ഉൾപ്പെടെ സിംഗപ്പൂർ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളും ആ റൂട്ട് ഉൾപ്പെടെ എല്ലാവർക്കും വളരെ പരിചിതമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. പലപ്പോഴായിട്ട് ഞാനിപ്പോൾ ഷിപ്പ് ട്രാക്ക് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ പലപ്പോഴായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്ത ഷിപ്പ് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴും നമുക്ക് സന്തോഷം തോന്നും. നമ്മളെ ഈ MI നമുക്ക് ഞാൻ ട്രാക്ക് ചെയ്ത ഷിപ്പാണ്. ഈ ഞാൻ ട്രാക്ക് ചെയ്യുമെന്ന് പറയുമ്പോൾ തന്നെ ധാരാളം പേരാണ് ഷിപ്പ് ട്രാക്ക് ചെയ്യുന്നത് വളരെ സംഭവമുള്ള കാര്യമല്ല. ഞാൻ ഈ പലപ്പോഴായിട്ട് IMO നമ്പർ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ കാരണം, ഒന്നീ ഷിപ്പിൻ്റെ പേരോ IMO നമ്പറോ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ആ ഷിപ്പ് എവിടെയാണ് എത്തിയത്, ആ പൊസിഷൻ എവിടെയാണ്, പ്രീവിയസ് ഏത് പോർട്ടിൽ കയറി, അതിന് മുന്നേ ഏത് പോർട്ടിൽ കയറി, ഇനി ഏത് പോർട്ടിലേക്ക് പോകാൻ പോകുന്നു, ഈ ഡീറ്റെയിൽ എല്ലാം ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. എന്നാലും ധാരാളം പേര് ഏത് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് ഷിപ്പ് ട്രാക്ക് ചെയ്യാൻ ചോദിച്ചാൽ ഞാൻ പല സോഫ്റ്റ്വെയർ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കമൻ്റായിട്ട് അയച്ചിട്ടുണ്ട്. ആ അയച്ചു കൊടുത്തതൊന്നും നഷ്ടപ്പെട്ടില്ല. കാരണം തീർച്ചയായിട്ടും അവർ എനിക്ക് തിരിച്ച് കമൻറ്റ് അയച്ചു, ഈ ഷിപ്പ് ഇവിടെ എത്തിയിട്ടുണ്ട്, വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുമോ. അപ്പോൾ അവരത് ചോദിക്കുന്നതോടൊപ്പം പറഞ്ഞു കൊടുക്കുന്ന അതേ മെത്തേഡിൽ തന്നെ ഷിപ്പ് ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്നറിയുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം സന്തോഷം തോന്നും. നമ്മൾ അയച്ചു കൊടുത്ത മെസ്സേജിൽ കുറച്ച് പേര് ഷിപ്പ് ട്രാക്ക് ചെയ്തെന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഈ ഷിപ്പ് ട്രാക്കിംഗ് എന്ന് പറയുന്നത് വലിയൊരു സംഭവമുള്ള, ഞാൻ തുടക്കത്തെ പറഞ്ഞ പോലെ സിമ്പിളുള്ള സംഭവമല്ല. മൊബൈൽ ഉപയോഗിക്കാൻ പറ്റുന്ന ആർക്കും, അല്ലെങ്കിൽ സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റുന്ന ആർക്കും, നെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ആർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഷിപ്പ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. ഇതൊരു സംഭവമുള്ള കാര്യമല്ല. ഈ നിലവിൽ ചിലവർക്ക് തോന്നും ഇത് സംഭവമുള്ള കാര്യമാണെന്ന്. ഒന്നുമല്ല. നെറ്റ് ഉപയോഗിക്കാൻ പറ്റുന്ന ഇപ്പം യങ് ജനറേഷനുള്ള പിള്ളേരെല്ലാം, യങ് ജനറേഷൻ എന്ന് വെച്ചാൽ നമ്മളെല്ലാം യങ്സ് തന്നെയാണ് കേട്ടോ, എന്നാലും അതിലും യങ് ആയിട്ടുള്ള പിള്ളേരെല്ലാം വളരെ ഈസി ആയിട്ട് ഇതിലും വലിയ സംഭവങ്ങൾ വളരെ നമ്മുടെ സ്മാർട്ട് മൊബൈലിൽ ചെയ്യാൻ പറ്റുമ്പോൾ ഷിപ്പ് ട്രാക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ
ഇപ്പം എന്നെ പോലുള്ളവർ അല്ലെങ്കിൽ നിലവിൽ നമ്മുടെ ഈ പറയുന്ന ചാനലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഒരിക്കലും അപ്ഡേഷൻ തരില്ല. തീർച്ചയായിട്ടും ഒരു സോഫ്റ്റ്വെയർ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യണത്. കാരണം നല്ലൊരു നമ്മൾ അപ്ഡേഷൻ കൊടുക്കുമല്ലോ, കുറച്ച് പേർക്ക് അപ്ഡേഷൻ കൊടുക്കുമ്പോൾ തെറ്റാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ വേണ്ടിയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും നമുക്ക് വളരെ ഈസി ആയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ നിന്നൊക്കെ നമുക്ക് ഷിപ്പ് ട്രാക്ക് ചെയ്യാം. പക്ഷേ ആ ട്രാക്ക് ചെയ്യുന്ന ഷിപ്പ് നമ്മുടെ മുന്നിൽ വരുമ്പോഴോ നമ്മൾ വീഡിയോ കാണുമ്പോഴോ നമുക്കൊരു ഭയങ്കര സന്തോഷമുണ്ട്. ആ ട്രാക്ക് ചെയ്യുന്ന ഷിപ്പാണല്ലോ നമ്മുടെ മുന്നിൽ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഇത്രത്തോളം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഷിപ്പ് വളരെ ഫാസ്റ്റ് എന്നല്ല, വളരെ പതുക്കെ ഈ പറയുന്ന ബെർത്തിങ് പോർഷനിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കാണാൻ സാധിക്കും. ഉണ്ടോ, GHT മന്നാസിൻ്റെ സൈഡിലൂടെ ഷിപ്പ് ബെർത്തിലോട്ട് മൂവ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഇതിപ്പോൾ അടുത്തൊന്നും അല്ല കേട്ടോ, നമ്മൾ ഈ ഷിപ്പിൻ്റെ അടുത്തല്ല, വളരെ ദൂരെ തന്നെയാണ് പോകുന്നത്. എന്നിട്ട് അവിടെ നിന്നും ഷിപ്പിനെ പുഷ് ചെയ്ത് ബെർത്തിൻ്റെ പോർഷനിലേക്ക് കൊണ്ടുവരണം. പക്ഷേ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന പോർഷൻ ഇങ്ങനെ ആയത് കാരണം നമുക്ക് തൊട്ടടുത്തായിട്ട് ഒരു ഷിപ്പിനോട് ഉരഞ്ഞു പോകും പോലെയൊക്കെ നമുക്ക്, അല്ലെങ്കിൽ തട്ടിപ്പോകും പോലെയൊക്കെ നമുക്ക് തോന്നും. അങ്ങനെയൊന്നും അല്ല. ഈ രണ്ട് ഷിപ്പും തമ്മിൽ നല്ല ഗ്യാപ്പിൽ തന്നെയാണ് ഷിപ്പ് പാസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ആ ഷിപ്പിൻ്റെ ഏറ്റവും ബാക്ക് പോർഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ബെർത്തിൻ്റെ പോർഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഉണ്ടോ, ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് ഞാൻ ഉൾപ്പെടുത്തിയത് ഇങ്ങനെ പോകുന്നൊരു വ്യൂ, ഇതൊരു മനോഹരമായ വ്യൂ തന്നെ ആയതുകൊണ്ട്. കാരണം ഒരു മദർഷിപ്പും നിലവിൽ ഈ പറയുന്ന ക്രെയിന് കൊണ്ടുവന്ന ഒരു കപ്പലും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാം. നമുക്ക് എത്രത്തോളം വലിപ്പത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് നോക്കാം. ഇതുവരെ നമ്മുടെ GHT മർണാസ് ആയിരുന്നു നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ വന്നതിൽ വെച്ചിട്ട് വലിയ ഷിപ്പായിട്ട് നമുക്ക് തോന്നിക്കൊണ്ടിരുന്നത്. പക്ഷേ തൊട്ടടുത്തൊരു മദർഷിപ്പ് വന്നപ്പോൾ വ്യത്യാസം, ഒരു ഗംഭീര വ്യത്യാസം തന്നെയാണ്. ഇപ്പോൾ നമുക്ക് അവിടെ നിൽക്കുന്ന വർക്കിംഗ് സ്റ്റാഫുകളൊക്കെ വളരെ ചെറിയൊരു മനുഷ്യരായിട്ട് നമുക്ക് തോന്നുന്നു. ആ വലിയൊരു മദർഷിപ്പ് വന്നപ്പോൾ ആ ഒരു വ്യത്യാസം വളരെ വ്യത്യാസം തന്നെ. അതുകൊണ്ടാണ് ഞാൻ ഈ വശത്തെ വീഡിയോ ഇങ്ങനെ തന്നെ അങ്ങ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ആ ഒരു കപ്പൽ വന്നപ്പോൾ ഒരു വലിയൊരു മതിൽക്കെട്ട് വന്നതുപോലെ അങ്ങ് അടഞ്ഞതുപോലെ ആയിക്കണ്ടോ, നിലവിൽ ആ ബെർത്തിൻ്റെ പോർഷൻ പൂർണ്ണമായിട്ടും മറഞ്ഞതുപോലെ ആയിരിക്കുന്നു. അത്രയും വലിയൊരു മദർഷിപ്പ് തന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പോർട്ടിലേക്ക് വളരെ ദൂരെ ഷൂട്ട് എന്ന് പറയുന്ന പലപ്പോഴായിട്ട് ഒരു വീഡിയോ ഉണ്ട്. പോർട്ടിലേക്ക് കപ്പലിന്റെ തൊട്ടടുത്ത് നിന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടി. എപ്പോഴും അങ്ങനെ അവസരങ്ങളൊന്നും കിട്ടാറില്ല. കാരണം ചില സമയത്ത് അങ്ങനെ അവസരം കിട്ടും. ആ സമയത്തൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴും ഞാൻ തീർച്ചയായിട്ടും പറയും പോലെ കിട്ടാറില്ല. കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം മുതലാക്കി വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കും. കാരണം എനിക്കും അതൊരു ക്രൈസാണ്. വീഡിയോ കാണുന്നതും പോർട്ടിൽ വരുന്നതും പോർട്ടിൻ്റെ ഓരോ വർക്കും എനിക്കും നോക്കിക്കാണാൻ, അപ്ഡേഷൻ കാണാൻ വളരെ ക്രൈസ് ആയതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ വളരെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഈ സമയത്തൊക്കെ ഇത്തിരി ഞാൻ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ നല്ല വെയിലാണ്. കാരണം വെയിലുണ്ട് നിലവിൽ. വെയിലെന്ന് പറഞ്ഞാൽ നല്ലൊരു വെയിലാണ്. എന്നാലും നമുക്ക് ആ ഒരു ഇഷ്ടം കൊണ്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ അത് എത്തിക്കുകയും ചെയ്യും. കാരണം വീഡിയോ കുറച്ച് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ തന്നെ വീഡിയോ കുറച്ച് ലെന്താണ്. കാരണം ഇത് വിഴിഞ്ഞം പോർട്ട് റിലേറ്റഡ് ചാനലാണ്, വേറെ ഒന്നും ഇതിനകത്തില്ല. അപ്ഡേഷൻ വിഴിഞ്ഞം പോർട്ടിൽ കപ്പൽ വരുന്നതും ഈ ഡീറ്റെയിലും മാത്രമാണ് ഈ ചാനൽ ഉൾക്കൊള്ളിച്ചുള്ളൂ. അപ്പോൾ ഞാൻ മാക്സിമം ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ്. കാരണം വേറെ ഒന്നും നമ്മൾ അപ്ഡേഷൻ ഇടുന്നില്ലല്ലോ, ഇത് തന്നെയാണ് നമ്മൾ അപ്ഡേഷനായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ കുറച്ച് ലെന്തായി വരുന്നത്. ഇപ്പോൾ നമ്മൾ പോർട്ടിനകത്ത് നിലവിൽ മൂറിങ് കഴിഞ്ഞ് ബെർത്തിങ്ങിലേക്ക് പോകുന്ന ഷിപ്പിനെയാണ് നമുക്ക് വളരെ ദൂരമായിട്ട് ഇത്രത്തോളം അകലിരുന്നിട്ടാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. നമ്മൾ ഇങ്ങനെ ഈ പാറ എന്ന് പറയുമ്പോൾ ഈ ഒരു പാറയുടെ മുകളിലാണ് ഷൂട്ട് ചെയ്തത്. ഇനി നമുക്ക് അടുത്തൊരു വശത്തേക്ക് പോകാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന വിഴിഞ്ഞം ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇവിടെ വന്നിട്ടുള്ളത് ഇതിലേക്ക് കണ്ടെയ്നർ, കാരണം വേറൊരു ക്യൂരിയോസിറ്റി എനിക്ക് തോന്നി. ഞാൻ ഇവിടെ വന്ന് നിന്നപ്പോൾ തന്നെ നമ്മൾ കപ്പലിനെയും വളരെ മനോഹരമായ ദൃശ്യം തന്നെയാണ്. കാരണം ഈ പറയുന്ന വൈകുന്നേരത്തോടെയാണ് ഞാൻ ഇവിടെ എത്തുന്നത്. വെയിൽ ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്. നിലവിൽ ഈ STS ക്രെയിൻ്റെ ബൂമെല്ലാം താന്നിരിക്കുന്നു. ഇനി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കണ്ടെയ്നർ കയറ്റുന്ന ഒരു കാഴ്ചയാണ്. അത് മാത്രമല്ല നമ്മൾ തൊട്ട് മുന്നേ കണ്ട ആ ഒരു വെറൈറ്റി ആയിട്ടുള്ള 2-3 ടാങ്കേഴ്സ് ഉണ്ട്. ആ ടാങ്കേഴ്സ് എടുക്കുന്നുണ്ടോ എന്ന് അറിയാനാണ് വന്നത്. ഇപ്പോൾ നമുക്ക് STS ക്രെയിൻ്റെ ബൂം പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ വശത്ത് നിന്ന്. അത് മാത്രമല്ല എനിക്ക് വേറെ ഞാൻ ക്യൂരിയോസിറ്റി തോന്നിയെന്ന് പറയാൻ, കപ്പൽ വരുന്നതിന് മുന്നേ കപ്പൽ വന്ന് ബെർത്ത് ചെയ്ത് മൂറിങ്ങിലായപ്പോൾ തന്നെ ധാരാളം നമ്മുടെ ട്രെയിലർ ലോറികൾ നിരയായിട്ട് MSC എന്ന് പറയുന്ന കണ്ടെയ്നർ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ചയാണ്. അതാണ് നമ്മുടെ ഈ പറയുന്ന ടേൺ അറൗണ്ട് ടൈം എന്ന് പലരും ചോദിക്കുന്നില്ല. ഈ ടേൺ അറൗണ്ട് ടൈമിനും ഈ ലോറി ഡ്രൈവർ ഉൾപ്പെടെ നമ്മുടെ STS ക്രെയിൻ ഉൾപ്പെടെ എല്ലാവരും കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ടേൺ അറൗണ്ട് ടൈം
കൂട്ടിയെടുക്കാനായി സാധിക്കുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുള്ളൂ. വളരെ കുറച്ച് ടേൺ അറൗണ്ട് ടൈമിൽ നമ്മുടെ ബെർത്തിൽ നിന്നൊരു കപ്പൽ പോകുന്നതാണ്. ഇപ്പം നമ്മുടെ ഈ വിഴിഞ്ഞം പോർട്ട് ഉൾപ്പെടെ ലോകത്തിലെ ഏത് പോർട്ട് എടുത്താലും ഏറ്റവും ബെസ്റ്റ് പോർട്ട് എന്ന് നമ്മൾ വിലയിരുത്തുന്നത് ഈ ടേൺ അറൗണ്ടിൻ്റെ ബേസിലാണ്. ടേൺ അറൗണ്ട് ടൈം കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ആ പോർട്ട് ബെസ്റ്റ്. അതായത് ഒരു കപ്പൽ പോർട്ടിനകത്ത് പ്രവേശിച്ച് ലോഡിങ് ആൻഡ് അൺലോഡിങ് നടത്തി പോർട്ടിൻ്റെ പുറത്തിറങ്ങുന്നതിനാണ് ടേൺ അറൗണ്ട് ടൈം എന്ന് നമ്മൾ പറയുന്നത്. പലപ്പോഴും ടേൺ അറൗണ്ട് ടൈം എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ടേൺ അറൗണ്ട് ടൈം കുറച്ചുകൊണ്ട് വരിക തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ട്രയൽ റൺ സമയമായതിനാൽ ടേൺ അറൗണ്ട് ടൈം നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ സാധിക്കില്ല. ട്രയൽ റൺ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന് എത്രത്തോളമാണ് ടേൺ അറൗണ്ട് ടൈം നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് 2 ഷിപ്പുകൾ, ഒരു മദർ ഷിപ്പും നമ്മൾ ഈ കാണുന്ന ക്രെയിനുമായിട്ട് വന്ന GHT മർണാസ് എന്ന് പറയുന്ന കപ്പലുമാണ് നമുക്കിപ്പോൾ നമ്മുടെ പോർട്ടിൽ കാണാൻ സാധിക്കുന്നത്. മദർ ഷിപ്പിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ GHT മർണാസ് രാജാവായിട്ട് 2 ദിവസം മുന്നേ രാജാവായിട്ട് എന്ന ഷിപ്പ് ഇപ്പോൾ നിലവിൽ വളരെ ചെറിയ ഷിപ്പായിട്ട് നമുക്ക് തോന്നും. പക്ഷേ കണ്ടെയ്നർ ഷിപ്പിന് ഉള്ളതിനാൽ നമുക്ക് വലിയ ഷിപ്പായിട്ട് തോന്നും. കണ്ടോ, ഒരു വലിയൊരു ഈ STS ക്രെയിൻ ഉള്ളത് കൊണ്ടാണ് ഷിപ്പിൻ്റെ വലിപ്പം നമുക്ക് വലുതായിട്ട് തോന്നുന്നത്. നമ്മുടെ യാർഡ് ക്രെയിൻ മാത്രമായിരുന്നെങ്കിൽ വളരെ കുഞ്ഞു ഷിപ്പായിട്ട് നമുക്ക് തോന്നിയേനെ. ഇതാണ് നമ്മുടെ ഈ പറയുന്ന ഈ വശത്തു നിന്നുള്ള കാഴ്ച. ഇനി നമുക്ക് കണ്ടെയ്നർ പിക്ക് ചെയ്ത് നിലവിൽ കണ്ടെയ്നർ പിക്ക് ചെയ്ത് എടുത്തിരിക്കുന്ന STS ക്രെയിന് ഇനി നമുക്ക് ഈ പറയുന്ന കപ്പലിനുള്ളിലേക്ക് വെക്കുന്ന നോക്കാം. നമുക്ക് പുറത്താണെന്ന് നോക്കാം, എങ്ങനെയാണത് ലിഫ്റ്റ് ചെയ്ത് വെക്കുന്നത് നമുക്ക് ഒന്നുകൂടി നോക്കാം. നേരത്തെ ഞാൻ 2-3 വീഡിയോ ഇട്ടിട്ടുണ്ട്. നിലവിൽ എന്നാലും ഇതൊന്നും നമുക്ക് നോക്കാം. STS ക്രെയിൻ്റെ സ്പ്രെഡറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും സ്പ്രെഡറും പൂർണ്ണ കൺട്രോളിൽ പതുക്കെ വളരെ സാവധാനമാണ് കൊണ്ടുവരുന്നത്. കാരണം ഈ സ്പ്രെഡറിൽ ധാരാളം ക്യാമറകളും സെൻസറും ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് കറക്റ്റ് പൊസിഷനൊക്കെ അവർ നോക്കി അവിടെ വെക്കുന്നില്ല, അടിയിലോട്ട് പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഈ കണ്ടെയ്നർ നമ്മുടെ ഈ ഓരോ കപ്പലും നമ്മുടെ ഈ കണ്ടെയ്നർ വെക്കുന്ന നോക്കിയിട്ടാണ് എനിക്കത് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കാം കണ്ടെയ്നർ എങ്ങോട്ടാണ് പോകുന്നത് നോക്കാം. അതിൻ്റെ മുകളിൽ വെച്ചിട്ടില്ല, കണ്ടെയ്നർ പിന്നെയും താഴോട്ട് പോകുന്നുണ്ട്. താഴോട്ട് പോകുന്നുണ്ട്, പോയി പിന്നെയും താഴോട്ട് പോയിട്ടുണ്ട്. അതായത് ഡക്കിൻ്റെ ഏറ്റവും അടിഭാഗത്തേക്കാണ് കണ്ടെയ്നർ പോകുന്നുണ്ടോ, 40 ഫീറ്റ് കണ്ട ഏറ്റവും അടിഭാഗത്തേക്കാണ് പോകുന്നത്, മുകളിലോട്ടല്ല. അതായത് എനിക്ക് തോന്നുന്നു 3 കണ്ടെയ്നറെങ്കിലും അടിയിലോട്ട് പോകുന്നുണ്ട്. 3 കണ്ടെയ്നർ ഹൈറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. 3 കണ്ടെയ്നർ ഹൈറ്റ് ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, അടിയിലേക്ക് പോകുന്നുണ്ട്. ഉണ്ടോ, അവിടെ അത് ഹോൾഡ് ചെയ്തിട്ടില്ല, അവിടെ എങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തിക്കുകയാണ്, വെച്ചിട്ടില്ല കണ്ടെയ്നർ ഇതുവരെയായിട്ട്. കാരണം തൊട്ടപ്പുറത്തുള്ള കണ്ടെയ്നറിൻ്റെ ലെവലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ നമുക്ക് ഈ കപ്പലിലെ ക്രൂ മെമ്പേഴ്സ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പൊസിഷൻ കറക്റ്റ് അവിടെ വെച്ചാൽ മതിയോ എന്ന് ചോദിക്കാനാണ്. കാരണം ഇപ്പം സെൻസറും ക്യാമറ ഉള്ളതിനാണ് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും നിലവിൽ അവർ വന്ന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോഴാണ് നമുക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവും. കാര്യങ്ങൾ നമുക്ക് നേരത്തെ കുറച്ചെങ്കിലും അറിയാമെങ്കിലും നിലവിൽ കപ്പൽ പോകുന്നത് കറക്റ്റായിട്ട് ഓരോ കണ്ടെയ്നറും, അതായത് നമ്മൾ എടുത്തു വെക്കുന്ന ഓരോ കണ്ടെയ്നറും അടുത്തടുത്ത പോർട്ടിൽ ഇറക്കാൻ പറ്റുന്ന രീതിയിലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. കാരണം അങ്ങനെ പറയാൻ കാരണം നമ്മൾ ഈ കപ്പൽ റിലേറ്റീവായിട്ട് പലരുമായിട്ട് ക്യാപ്റ്റനായിട്ടും പലരുമായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരു പോർട്ട് റിലേറ്റഡ് ആയിട്ട്, അതായത് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൻ്റെ താരിഫ് വന്ന സമയത്ത് പലർക്കും താരിഫിൽ സംശയമുണ്ടായിരുന്നു. എങ്ങനെയാണ് താരിഫ് മാറുന്നത്, പലർക്കും സംശയമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിലവിൽ ഈ ഷിപ്പ് ഇൻഡസ്ട്രിയായിട്ട് നിൽക്കുന്ന എൻട്രിക് ഷിപ്പിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളുമായിട്ട് ഫോണിൽ സംസാരിച്ചൊരു കോൾ ഇതിലിട്ടിട്ടുണ്ട്. ഏതാണ്ട് 35-40 മിനിറ്റോളം ഉണ്ട്. അതായത് നമ്മുടെ ഈ താരിഫ് ഡിസ്കഷനായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് നിലവിൽ ആ പുള്ളി അദ്ദേഹം തന്നെ പറയുന്നത്, അദ്ദേഹം മാത്രമല്ല പലരുടെയൊക്കെ ഞാൻ പറയും, നമ്മൾ ഇരിക്കുന്ന കണ്ടെയ്നർ നിലവിൽ ഇതിപ്പോൾ കൊളംബോ പോർട്ടിൽ ഇറക്കേണ്ട കണ്ടെയ്നറാണെന്ന് കരുതിക്കുള്ളൂ. ഇതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ സിംഗപ്പൂരിൽ ഇറക്കേണ്ട കണ്ടെയ്നറാണ്, അതിൻ്റെ മുകളിൽ കൊളംബോ പോർട്ടിൻ്റെ കണ്ടെയ്നർ എടുത്ത് വെച്ചു. ആദ്യം കൊളംബോ പോർട്ടിലേക്കാണ് ഷിപ്പ് പോകുന്നതെങ്കിൽ നിലവിൽ ഈ പറഞ്ഞ അടിയിലിരിക്കുന്ന കൊളംബോ പോർട്ടിൻ്റെ കണ്ടെയ്നർ എടുത്താൽ മുകളിലിരിക്കുന്ന സിംഗപ്പൂർ പോർട്ടിൻ്റെ കണ്ടെയ്നർ എടുത്താൽ മാത്രമേ അടിയിരിക്കുന്ന കൊളംബോ പോർട്ട് എടുക്കണമെങ്കിൽ ഈ കണ്ടെയ്നർ എടുത്ത് മാറ്റുന്നതിന് അഡീഷണൽ ചാർജ് പോർട്ട് ഈടാക്കുന്നുണ്ട്. മനസ്സിലായോ? അതായത് ഈ കണ്ടെയ്നർ ഷിഫ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്നതിന് തന്നെ ഏത് പോർട്ടിലായാലും ചാർജസ് ഈടാക്കുന്നുണ്ട്. അതിലേറ്റവും ചീപ്പസ്റ്റ് ചാർജാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ, ഏറ്റവും കുറവ് ചാർജാണ്. അതേസമയം കൊളംബോ പോർട്ടിലേക്ക് ഇത് ഡബിളാണ്. അപ്പോൾ അങ്ങനെ ചാർജസ് ഉള്ളപ്പോൾ നിലവിൽ അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി, പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ കപ്പൽ എന്ന് പറയുക കണ്ടെയ്നർ അടുക്കി വരുവാണ്. പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിക്കില്ല. എന്നാലും മാക്സിമം ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിൽ കണ്ടെയ്നർ കറക്റ്റ് STS ക്രെയിൻ ഉപയോഗിച്ച് ലിഫ്റ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് തന്നെ അത് കറക്റ്റ് ഒരു പൊസിഷനിൽ തന്നെ മാക്സിമം വെക്കാനായിട്ട് ശ്രമിക്കും. ഇനി വേറെ ഏതെങ്കിലും രീതിയിൽ ശ്രമിക്കാതെ പറ്റാതെ വന്നാൽ മാത്രമേ കണ്ടെയ്നർ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യേണ്ട അവസ്ഥ വരുള്ളൂ. അല്ലെങ്കിൽ
കറക്റ്റ് അങ്ങനെ വെച്ച് പോകാനാണ് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതാണ് ഈ ഭാഗത്ത് ഇപ്പോൾ നടന്നത്. അതാണ് ഞാൻ പറയുന്നത്, ഏറ്റവും അടിയിലോട്ട് പോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ഓരോ പോർട്ടിലും ഇറക്കേണ്ട കണ്ടെയ്നർ കറക്റ്റ് പൊസിഷൻ നോക്കി തന്നെയാണ് STS ക്രെയിൻ ഉപയോഗിച്ച് മാക്സിമം ചെയ്യുന്നത്. 100% ഒരു കപ്പലിനും അങ്ങനെ ചെയ്തു പോകാനായിട്ട് സാധിക്കില്ല. ചെറിയ ചെറിയ വേരിയേഷനൊക്കെ വരും എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. കാരണം ഞാൻ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളല്ല, അതുകൊണ്ട് എനിക്കത് അറിയില്ല. പക്ഷെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയാണ് പല കാര്യങ്ങളും പഠിക്കുന്നത്. നമ്മുടെ ഈ ചാനലുള്ളതും ഈ പലരുമായിട്ട് ഷെയർ ചെയ്തിട്ട് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി തന്നെയാണ്. ഇതാണ് വിഴിഞ്ഞം പോർട്ടിൽ, അതായത് നമ്മുടെ പോർട്ടിൽ വന്ന നമ്മുടെ MSC എമ്മ എന്ന് പറയുന്ന കപ്പലും ബെർത്തിങ്ങും കഴിഞ്ഞു, മൂറിങ്ങും കഴിഞ്ഞു, നിലവിൽ കപ്പലിലേക്ക് കണ്ടെയ്നർ ചെയ്യുന്ന വിഷ്വൽ. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.